പെറ്റ് സപ്ലൈസ് ആൻഡ് ഗ്രൂമിങ് കേരളത്തിലെ നമ്പർ 1 ബ്രാൻഡ്. കാശുള്ള ആൾക്കാരെല്ലാം ബിസിനസ്സുകാരാണ്. എനിക്ക് പരിചയമുള്ള കാശുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സുകാരാണ്. അപ്പൊ എൻ്റെ കയ്യിൽ കുറവുള്ളത് എന്താണ്? കാശാണ്. ഇപ്പൊ എല്ലാരും പറയും കാശല്ല അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇല്ലാത്തവന് കാശാണ് അൾട്ടിമേറ്റ്. ഇല്ലാത്തവനെ അത് അറിയുള്ളൂ, വിഷമം അറിയുള്ളൂ. ഇല്ലാത്തവന് കാശ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. വലിയ വലിയ ആഗ്രഹങ്ങളാണ് അന്ന്. അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് പാലായിൽ. അപ്പൊ അവിടെ ഒരെണ്ണം തുടങ്ങുന്നു. ഇത്ര ഇതുണ്ടെങ്കിൽ പിന്നെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ, കാശ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പഴയ ചായക്കടകളുണ്ട്, അതിനെ ബ്രാൻഡ് ചെയ്ത് പുതിയ രൂപത്തിലാക്കിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റ്സ് നോക്കുമ്പോഴത്തേക്കും. പഴയ വീഞ്ഞ് പുതിയ കുപ്പി. അതെ അതെ. നിങ്ങൾ ഓപ്പറേഷണൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി നമുക്ക് ഉള്ള റോയൽറ്റി. ഇപ്പം എൻ്റെ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ഒരു പർട്ടിക്കുലർ ഒരു ബൾക്ക് എമൗണ്ട് വരുന്നു. ആ ബൾക്ക് എമൗണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നെക്സ്റ്റ് മൊമെന്റിൽ ഓർക്കേണ്ട മുഖം എന്ന് പറയുന്നത് നിന്റെ ആയിരിക്കണം. എനിക്കായിരിക്കണം ആ കോള് വരേണ്ടത്. തരുണേ, ഈ ഇങ്ങനെ ഫണ്ട് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് എൻ്റെ അടുത്തായിരിക്കണം ചോദിക്കേണ്ടത്. ഈ ബ്രാൻഡ് പുറത്തുനിന്ന് നോക്കുന്നവർ ബ്രാൻഡ് വലുതാകുന്നതും ബിസിനസ് വലുതാകുന്നതും മാത്രമേ കാണത്തുള്ളൂ. അതിന് ഈക്വലന്റ് ആയിട്ട് നമ്മുടെ എക്സ്പെൻസസ്, കാര്യങ്ങള്, ഇതെല്ലാം നമ്മൾ ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും മികച്ച രീതിയിൽ ഡോഗ്സിനെ ഗ്രൂം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. പെറ്റ് സപ്ലൈസ് ആൻഡ് ഗ്രൂമിങ് അതിലുള്ള കേരളത്തിലെ നമ്പർ 1 ബ്രാൻഡ്, ഏക ബ്രാൻഡും ഒന്നാണ് റോംസ് ആൻഡ് റാക്സ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് റോംസ് ആൻഡ് റാക്സിൻ്റെ കോഫൗണ്ടർ തരുണാണ്. തരുൺ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വളരെ അത്ഭുതകരമായിട്ടാണ്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് റോംസ് ആൻഡ് റാക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇല്ലേ കോഴിക്കോട്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ വിചാരിക്കും ഇത് ഏതോ വലിയ ബ്രാൻഡാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ റോംസ് ആൻഡ് റാക്സ് കണ്ടപ്പോൾ ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലാണ് ഇതൊരു കേരള ബ്രാൻഡാണെന്നും ടോം ജെയിൻ ഒക്കെ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണെന്നും. അപ്പോൾ എനിക്കറിയേണ്ടത് എവിടെ നിന്നാണ് നിങ്ങളെ ഈ കഥ ഇൻട്രസ്റ്റിംഗ്, ആരും ചെയ്യാത്ത ബിസിനസ്സുമാണ്, സാധാരണക്കാരൊന്നും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനില്ല. അപ്പോൾ എവിടെ നിന്നാണ് തരുണിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? എൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം എൻ്റെ കാര്യം പറയുമ്പോൾ പേഴ്സണലി ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് പെറ്റ്സ് ഉണ്ട്. എനിക്കൊരു 5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ആദ്യമായിട്ടൊരു പെറ്റ്, ഒരു ഡോഗിനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ ജീവനുള്ള എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പലപ്പോഴായിട്ട് ഫേസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നതിൽ, അതായത് ഒരു ബിസിനസ്സുകാരനാവണം എന്ന് ഒരു മനസ്സിലൊരു ഡിസിഷൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 8th പഠിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഉണ്ട്. അത് എപ്പോഴും ത്രൂ ഔട്ട് എനിക്കൊരു അതെ, ഇപ്പൊ ഇല്ലാതിരുന്ന 2013 മുതൽ ഒരു 17 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മാത്രം, ഞാൻ ഇവിടെ നാട്ടിലില്ലാതിരുന്ന കാലഘട്ടം, അതായത് ബാംഗ്ലൂർ ഉള്ളപ്പോൾ മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ബിസിനസ്സിലോട്ട് വരണം എന്ന് ഞാൻ തീരുമാനിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊക്കെ, അതായത് ചെറുപ്പത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാശുള്ള ആൾക്കാരെല്ലാം ബിസിനസ്സുകാരാണ്. എനിക്ക് പരിചയമുള്ള കാശുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സുകാരാണ്. അപ്പൊ എൻ്റെ കയ്യിൽ കുറവുള്ളത് എന്താണ്? കാശാണ്. അപ്പം അന്നേ മനസ്സിലൊരു ഇങ്ങനെ ഒരു തോട്ട് വന്നു, അതായത് കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം അന്നേ മനസ്സിൽ പ്ലേസ് ആയി. അപ്പൊ അങ്ങനെ 8th ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക്. ഇപ്പൊ എല്ലാരും പറയും കാശല്ല അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇല്ലാത്തവന് കാശാണ് അൾട്ടിമേറ്റ്. ഇല്ലാത്തവന് കാശ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഉള്ളവനാണ് കാശല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഷാറൂഖ് ഖാൻ പറഞ്ഞ പോലെ ഫിലോസഫിക്കലായിട്ട് പറയാം. അതെ, പിന്നെ അത് മാത്രം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല വേറെ ഒരു സാധനം വെച്ചിട്ട്. അപ്പം 8th 9th ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അന്നേ തൊട്ടേ നമുക്ക്, ഇപ്പം എൻ്റെ ഒരു കാർഷിക കുടുംബമാണ്, പാലായാണ് എൻ്റെ സ്ഥലം. അപ്പം കാർഷിക കുടുംബമാണ്, എനിക്കറിയാവുന്ന പണികൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളാണ് എനിക്കറിയാവുന്നത്. അപ്പം ഞാനും എൻ്റെ ആദ്യത്തെ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ മമ്മയാണ്. അത് ഞാൻ ഇന്നലെയാണ് ഞാൻ ആലോചിച്ചത്, ആരാണ് എന്താണ് ഇങ്ങനെ. ഞാൻ ചുമ്മാ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മമ്മയും കൂടെ ആയിരുന്നു ആദ്യമേ ഇങ്ങനെ നമ്മൾ സ്വപ്നം കാണണം എന്നൊക്കെ പറയല്ലേ, അങ്ങനെ സ്വപ്നം കണ്ടു തുടങ്ങിയത് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഞാൻ 9th പഠിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു നമുക്കൊരു കോഴി ഫാം നമുക്ക് തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നു. വലിയ വലിയ ആഗ്രഹങ്ങളാണ് അന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് പാലായിൽ. അപ്പോൾ അവിടെ ഒരെണ്ണം തുടങ്ങുന്നു. എന്നിട്ട് നമ്മൾ കണക്ക് കൂട്ടുവാണ്. ഓക്കെ, ആദ്യമേ ഒരു 2000 കോഴിയിൽ തുടങ്ങുന്നു. എന്നിട്ട് പിന്നെ അത് 10,000 ആവുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഓക്കെ, ഇത്ര ഇതുണ്ടെങ്കിൽ പിന്നെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ,
കാശ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മായിക്കും ആ സമയത്ത് ഇത് ഒരു സ്ട്രൈക്ക് ചെയ്തെന്ന് തോന്നുന്നു. അമ്മ പയ്യെ അതിൻ്റെ അകത്ത് നിന്ന് വലിച്ചു. കാരണം ഇത് ദാസനും വിജയനും പറഞ്ഞില്ല, നമുക്ക് ഒരു പശുവിനെ വാങ്ങിക്കണം, അത് വെച്ചിട്ട് നമുക്ക് വേറെ പശുക്കളെ വാങ്ങിക്കണം. അപ്പം ആ സ്റ്റോറിയും വരുന്നുണ്ട്. അതെ, ഷോപ്പിഫൈയിൽ GST ഇൻവോയ്സസ് റേസ് ചെയ്യാനും ഫയലിംഗിലുള്ള GST റിപ്പോർട്ട്സ് കിട്ടാനും കുറച്ച് ചലഞ്ചിങ് ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആപ്പാണ് GST Pro, which is the sponsor for this episode. More details in description below. Now back to the episode. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പം വേണ്ട, ഒരു പഠിത്തമൊക്കെ അങ്ങ് കഴിയട്ടെ എന്നുള്ളൊരിതിൽ പോകുന്നു. അങ്ങനെ ഞാൻ എൻ്റെ PG ഞാൻ മരിയൻ കോളേജ് കുട്ടിക്കാനത്താണ് ഞാൻ MCOM അതുപോലെ തന്നെ PGDM ഇഗ്നോയുടെ ഇത് രണ്ടും ഞാൻ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിൽ പുറത്തിറങ്ങുന്നു, കോഴ്സ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൊരു ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടി. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത് ഓക്കെ എനിക്ക് ഒരു ബിസിനസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതിനിപ്പോൾ ജോയിൻ ചെയ്യേണ്ട. ഞാൻ വീട്ടിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ ജോയിൻ ചെയ്യണം. ഒരു അതാണെങ്കിൽ ജോലി പോകത്തൊന്നുമില്ലല്ലോ, നല്ല സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞു ബാങ്ക് ടെസ്റ്റ് പഠിക്കണം എന്നുള്ളത് പറഞ്ഞു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ബാങ്ക് ടെസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ സമയത്ത് തന്നെ ഞാൻ പാരലി ക്യാമ്പസ് പ്ലേസ്മെന്റിന് പോയില്ല. ഇല്ലില്ല, ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിരുന്നു. പക്ഷെ അതും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ജോബും അല്ലായിരുന്നു. അപ്പം ബാങ്ക് ടെസ്റ്റിന് പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പയ്യെ ഇങ്ങനെ നമുക്കറിയാവുന്ന പണികൾ, കുറച്ച് മയിലുകൾ, അതുപോലെ തന്നെ ഈ അലങ്കാര പ്രാവുകൾ, ഡോഗ്സ്, ഇങ്ങനെയുള്ളതിനെ വളർത്തി ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ജോലിക്ക് പോകണ്ട, ഇത് വെച്ചിട്ട് ജീവിക്കാനുള്ള പരിപാടി ഉണ്ടാക്കാന്നുള്ളതായിരുന്നു. പക്ഷെ വീട്ടിൽ പറയത്തില്ല. ഏത് അപ്പോൾ അത് പറയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യത്തിൽ ഇങ്ങനെ തുടങ്ങി കുറേ പ്രാവുകളൊക്കെ 10-60 പേഴ്സ് ഓഫ് പ്രാവ്. അന്ന് ആ സമയത്ത് ഭയങ്കര ഇതിനൊരു ഭയങ്കര താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി. വീണ്ടും നമ്മൾ കണക്ക് കൂട്ടി ഇത്ര നമ്പർ ഇത്ര രൂപ വെച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെല്ലാം ഒരു അസുഖം വന്ന് ഇത് മൊത്തം പോയി. അങ്ങനെ നമ്മൾ വേറെ നിരാശനായിട്ട് ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ഓക്കെ ഇങ്ങനെ അതായത് ആനിമൽസുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് എപ്പോഴും റിസ്ക് ഇൻവോൾവ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റി വീണ് കഴിഞ്ഞാൽ നമുക്ക് വീഴാനൊരു സ്ഥലം ആദ്യമേ നമ്മൾ ഉണ്ടാക്കിയിടണം, എന്നിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാമെന്നുള്ളൊരു തോട്ട് എനിക്ക് അന്നാണ് വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് 2013 ഞാൻ ബാങ്ക് ടെസ്റ്റ് ആദ്യമേ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്ക് ടെസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി. ആ ബാങ്ക് ടെസ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ എക്സാം എഴുതുന്നു. അതിൽ എനിക്ക് കിട്ടുന്നു. 2013 ഫെഡറൽ ബാങ്കിൻ്റെ ഇതിൽ തന്നെ ട്രെയിനിങ്ങിനായിട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ PGDBF എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നു. ഫെഡറൽ ബാങ്കിൽ ഫെഡറൽ ബാങ്ക് വിട്ടതാണോ? ഫെഡറൽ ബാങ്ക് വിട്ടാണ്. അപ്പം അവിടെ കോഴ്സിന് കയറി 2014 ഞാൻ പ്ലേസ്ഡ് ആവുന്നു ഫെഡറൽ ബാങ്കിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ വൈഫിനെ ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ഫെഡറൽ ബാങ്കിൽ തന്നെ ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് 4ാം തീയതി കല്യാണം, 20ാം തീയതി ബാങ്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫെഡറൽ ബാങ്കിൽ ഞങ്ങളുടെ ഒരു പ്രൊഫഷണൽ ജേണി ഞങ്ങൾ ഒരുമിച്ച് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഗ്രീഷ്മ എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ഗ്രീഷ്മേനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ 2013 ജൂണിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഗ്രീഷ്മയുടെ അടുത്ത് പറഞ്ഞു 2020 ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലക്ഷ്യം അതായിരുന്നു. 2020 ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്യും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇതായിരുന്നു ക്ലിയർ ആയിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും പറയാതെ പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പയ്യെ ബിൽഡ് ചെയ്ത് തുടങ്ങണമല്ലോ. അപ്പോൾ 2014 ഫെബ്രുവരിയിൽ 2nd സാലറി എൻ്റെ ഗ്രീഷ്മയുടെ സാലറി കിട്ടുമ്പോൾ മുമ്പേ പറഞ്ഞ സംഭവം പശുവിൻ്റെ കാര്യം, ഞങ്ങൾ ഒരു പശുവിനെ വാങ്ങിച്ചു. അതായത് ഇറങ്ങാറാകുമ്പോഴത്തേക്കും ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, അതായത് നമുക്കൊരു ഇൻകം ഉണ്ട്, ഇൻകം ബ്രേക്ക് ആവരുതല്ലോ. നമ്മളൊരു ഒരു ജോലിയിൽ നിന്ന് ഒരു ബിസിനസ്സിലോട്ട് പോകുമ്പോൾ ഇൻകം ബ്രേക്ക് ആവാൻ പാടില്ല. അപ്പം കാര്യങ്ങൾ മൊത്തം പാളും. അപ്പം ആ സെയിം ഇൻകം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് കൺസ്ട്രക്ട് ചെയ്ത് വെക്കുക, അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ചെയ്യുക. അതായിരുന്നു പ്ലാൻ. സൈഡ് ഹസിലായിട്ട് തുടങ്ങി. ഞാൻ എപ്പോഴും പറയില്ല, നിങ്ങൾ വെറുതെ ജോലി ഒഴിവാക്കിയിട്ട് ഒരു പണിക്കും നിൽക്കരുത്, സൈഡ് ഹസിലായിട്ട് തുടങ്ങുക. പലപ്പോഴും നമ്മുടെ അടുത്തും ഇപ്പം ഈ ബിസിനസ്സിലോട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങിയത് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബിസിനസ്സിൽ. അപ്പം ഞാനും പറയാറുള്ള ഒരു സംഭവമാണ്, അതായത് നമ്മളൊരു ഇറങ്ങിക്കഴിഞ്ഞിട്ടല്ല ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്നത്, ഇറങ്ങിക്കഴിഞ്ഞിട്ടല്ല നമ്മൾ നമ്മുടെ പാഷനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇതൊക്കെ നേരത്തെ വളരെ ക്ലാരിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ, ഇറങ്ങിയിട്ട് ആലോചിക്കാൻ നിൽക്കരുത്. അപ്പൊ അങ്ങനെ 2013 മുതൽ ഇങ്ങനെ പയ്യെ ഇങ്ങനെ പശുക്കളെയൊക്കെ വാങ്ങിച്ച് 2017 ആയപ്പോഴത്തേക്കും ഒരു സമയത്ത് വൈഫും ഫാർമിങ്ങിലൊക്കെ ഇല്ല ഒരു ബന്ധമില്ല. എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ.
അപ്പോൾ 2018 ആയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്തു. ഏകദേശം 28ഓളം പശുക്കളും പിന്നെ കുറേ ഈ അലങ്കാര കോഴികൾ, അതുപോലെ ബേർഡ്സ്, വീട്ടിലെ പാലയിൽ തന്നെ ബേർഡ്സ്, ഇതൊക്കെ ആയിട്ട് ഒരു ഫാം സെറ്റപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2020, അതായത് കുറച്ചുകൂടെ ഇതാക്കി കഴിഞ്ഞിട്ട് ഇറങ്ങാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2017 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ജോലി ഇവിടെ നാട്ടിൽ കിട്ടി, എറണാകുളത്ത് കിട്ടി. ട്രാൻസ്ഫർ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ഡോഗിനെ വാങ്ങിച്ചു. ആ ഒരു ഗ്യാപ്പിലായിരുന്നു എനിക്ക് മുമ്പേ പറഞ്ഞ ഡോഗ്സ് ഇല്ലാതിരുന്നത്. അപ്പോൾ അങ്ങനെ 2017 ഞാനൊരു ഡോഗിനെ വാങ്ങിക്കുന്നു. 2018 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഗൂഗിളിൽ നോക്കുവാണ് ഇതിനെ ഗ്രൂം ചെയ്യിക്കാൻ ഒരു സ്ഥലം എറണാകുളത്തുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് റോംസ് ആൻഡ് റാക്സ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ ഇവരെ വിളിച്ച് ഒരു ഇങ്ങനെ വാഷ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് റോംസ് ആൻഡ് റാക്സിൻ്റെ ഒരു ഷോപ്പിലോട്ട് ഞാൻ ചെല്ലുവാണ്. ചെന്ന് അന്ന് അവിടെ വെച്ചിട്ട് റോണി മാത്യു ആൻഡ് രാധാകൃഷ്ണൻ, ഇവരാണ് ഇതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ്. അപ്പം ആ പേരും റോംസ് ആൻഡ് റാക്സ്, റോണി മാത്യു ഇസ് റോംസ്, റാക്സ് ഇസ് രാധാകൃഷ്ണൻ. അപ്പം അവരെ അന്ന് പരിചയപ്പെടുന്നു. അപ്പൊ അന്ന് ഞാനിത് പരിചയപ്പെട്ട്, അപ്പൊ അതുവരെയും ഒരു ഫാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നുകൊണ്ടിരുന്ന ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുന്നത്, ഒരു കർഷകനായതുകൊണ്ട് തന്നെ നല്ല വളരാൻ ശേഷിയുള്ള ഒരു തൈയായിട്ട് എനിക്ക് അന്നേ ഇത് ഫീൽ ചെയ്തു. ഇതിനെ നമ്മള് കുറച്ച് വെള്ളം ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊരു മരമാകും, ഒരു വൃക്ഷമാകും. അത് നമുക്ക് അത് ഒരു കാണുമ്പോ അറിയാം. അപ്പൊ അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ അങ്ങനെ ആലോചിച്ചു. അതായത് ഈ ഫാമിങ്ങിൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഫിസിക്കൽ എഫേർട്ട് കൂടുതലും അതിനകത്ത് ഉണ്ടാകുന്ന റിട്ടേൺ കുറവാണ്. എപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയിലോട്ടോ റീറ്റെയിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിന്റെ റിട്ടേണിന്റെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും, കോമ്പൗണ്ടഡ് എഫക്റ്റ് ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്താണെങ്കിലും എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞാൽ ജീവനുള്ള സാധനങ്ങളോടാണ് താല്പര്യം. ഈ റോംസ് ആൻഡ് റാക്സ് എന്ന് പറയുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോഗ്സ്, ക്യാറ്റ്സ്, ഇതിന്റെ ഗ്രൂമിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറാണ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ച്. അത് കഴിഞ്ഞ് 2019 ഞങ്ങൾ ഇവരുമായിട്ട്, റോണിയും രാധാകൃഷ്ണൻ അവരുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്നു, ഓക്കെ അവർക്കും അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചതാണ്, നമുക്ക് ഇതിനെ വളർത്തണം, ഒരു ഷോപ്പ് 2 ഷോപ്പ് എന്നുള്ള രീതിക്ക് നിൽക്കാതെ നമുക്ക് ഇതിനെ വളർത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞങ്ങൾ മ്യൂച്വലി ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ 2020 ഗ്രൂം ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അവരോട്. ഞങ്ങൾ ആദ്യമേ നല്ല കമ്പനിയായി, നമ്മൾ ഒരേ വൈബിലുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഭവം എസ്റ്റാബ്ലിഷ് ആയി. അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി. അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുള്ളത് മ്യൂച്വലി നമുക്കൊക്കെ തോന്നി. അങ്ങനെ 2020 ജനുവരി ആണ് എപ്പോഴും എൻ്റെ ഒരു എന്താ പറയുക എപ്പോഴും. അപ്പം ജനുവരിയിൽ റിസൈൻ ചെയ്യാം എന്നുള്ളൊരു പ്ലാനില്ല ഞാൻ. പണ്ട് പറഞ്ഞ സാധനങ്ങൾ അതേപോലെ എക്സിക്യൂട്ട് ചെയ്ത്. അതെ, എക്സിക്യൂട്ട് ചെയ്തല്ല, എക്സിക്യൂട്ട് ആയിന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മളെപ്പോഴും അതായിരിക്കണം ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയത്തില്ല, നമ്മളെപ്പോഴും പലപ്പോഴും എന്റെ ലൈഫിലും വന്നിട്ടുണ്ട്. എന്തെങ്കിലും വെറുതെ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ, പക്ഷെ അത് അറിയാതെ സംഭവിച്ചു. അതെ, ഞാൻ ഇതുപോലെ 2013 ജനുവരി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്ന ഓർക്കുന്നുണ്ട്, നീ ഈ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ സമയം എന്താ. 2013 ജനുവരിയിൽ ഞാൻ ജോലിക്ക് കയറും ബാങ്കിൽ, ഇതായിരുന്നു പറഞ്ഞത്. 2013 ജനുവരിയിൽ തന്നെ കറക്റ്റ് കിട്ടി. അപ്പം ജനുവരിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ന്യൂസിലൊക്കെ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു സാധനം അങ്ങനെ നമ്മൾ ഇത് കാണുന്നത്. അപ്പം ഞാനന്ന് ഈ ജനുവരി എന്നുള്ളത് ഒരു 3 months എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത് ഞാനന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫിക്സഡ് ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്തിടേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ ബാധിക്കും. അങ്ങനെ 3 മാസം ഞാൻ പോസ് ചെയ്യുന്നു. പക്ഷേ ഇത് കോവിഡ് നമ്മളെ പോസിറ്റീവായിട്ടാണ് നമ്മളെ ഈ ഇൻഡസ്ട്രിയിലെ നമ്മുടെ ഇൻഡസ്ട്രീനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏപ്രിലിൽ പേപ്പറിട്ട് മെയ് നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ അന്ന് അത് എനിക്കൊന്ന് ജനുവരിയിലോ ഫെബ്രുവരിയിലോ എനിക്കൊന്ന് ഹിന്ദുവിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ദിവസം വായിക്കുന്ന സമയത്ത് കണ്ടത്. അതായത് യൂറോപ്പിൽ പെറ്റ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഒരു ബൂം വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് ഞാൻ വായിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ന്യൂസ് ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയതുകൊണ്ട് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ പറയുന്നത് ആൾക്കാരെല്ലാം വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ ആളുകൾ പെറ്റ്സിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ സെയിം സംഭവം ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ തന്നെ നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മെയ് 1 ഞാൻ ഒഫീഷ്യലി റോംസ് ആൻഡ് റാക്സിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങള് അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത്
ഇതിപ്പോൾ ജോലി വിട്ടിട്ട് ഇങ്ങോട്ട് വരിക ഭയങ്കര വലിയ റിസ്ക് ആണ്. സോ നിങ്ങൾക്ക് വേറെ എവിടെ നിങ്ങൾ ഇൻകം ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഫാമിലി ഇൻകം ഉണ്ടായിരുന്നു? ഫാമിലി ഇൻകം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ഒരു കറക്റ്റ് ഒരു കാൽക്കുലേഷൻ ആണ്. എനിക്കൊരു മന്ത്ലി, വൈഫ് എപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് മന്ത്ലി ഇത്ര എമൗണ്ട്, ഒരു എമൗണ്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് എനിക്ക് മന്ത്ലി കിട്ടുന്ന രീതിയിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങുന്നത്. പക്ഷെ നിങ്ങളൊരു പേക്കട്ട് എടുത്തില്ലേ? അതായത് ബാങ്ക് കിട്ടുന്ന പൈസ എന്തായാലും അല്ല, അതായത് ഞാൻ ബാങ്കിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്, അതിന്റെ അകത്തുനിന്ന് എനിക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങൾ, ചിലപ്പോൾ EMIs ഉണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ട്, പിള്ളേരുടെ ആവശ്യത്തിന് അങ്ങനെ ഒരു എമൗണ്ടിൽ ഒരു മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് സേവ് ചെയ്യുക, അടിച്ചു പൊളിക്കുക എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ മിനിമം റിക്വയർമെന്റ് ഇത്ര എമൗണ്ട് ക്ലിയർ ആയിട്ട് ഞാനും ഗ്രീഷ്മയും ഇരുന്നിട്ട് ഞങ്ങൾ എഴുതുന്ന ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എഴുതി പേപ്പറിൽ എഴുതി നമുക്കിത് ഇത്ര എമൗണ്ട് ആയിരിക്കണം നമുക്ക് ജോലി വിട്ട് കഴിഞ്ഞാലും കിട്ടേണ്ടത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് ഇതിലോട്ട് വരുന്നത്. ഓക്കെ, അവിടെ ഇപ്പൊ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഞാൻ എപ്പോൾ ജോലി വിടണമെന്ന്. അപ്പോൾ നിങ്ങൾ ജോലിയില്ല ഒരു ശമ്പളം ഉണ്ട്, അതിന്റെ എത്ര പെർസെന്റേജ് ഇപ്പുറത്ത് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ആ ജോലി വിടുന്നത്? ഓൾമോസ്റ്റ് 50% എന്റെ ജോലി ഇൻക്ലൂഡിങ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ജോലിയിൽ നിന്ന് വരുവാണ്. അപ്പം റോംസൺ റാക്സിൽ നിന്നൊരു സാലറി നമ്മൾ എടുക്കുന്നുണ്ട്, പ്ലസ് എനിക്ക് ഡോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഫാമിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു 50% എടുത്തു. അതിന്റെ അകത്ത് വേറൊരു സംഭവം പറയാനുള്ള ഫാമിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ബിസിനസ്സിലോട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പാർട്ട് ഓഫ് ഫണ്ട് വന്നതും അങ്ങനെയായിരുന്നു. ആ ഫാമിൽ നമ്മൾ പശുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കൊടുത്തു കുറെ. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഫണ്ട് നമ്മൾ ഉണ്ടാക്കി. ഓപ്പർച്യൂണിറ്റി കണ്ട് ആൻഡ് യു ടുക്ക് എ സ്റ്റേക്ക്. അതായത് നമുക്ക് ഇപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ എപ്പോഴും ഉള്ളൊരു സ്വപ്നമാണ് ഈ പറഞ്ഞ പോലെ ഒരു വലിയ സ്ഥലം വാങ്ങിച്ച് ഒരു ഫാം ഹൗസ് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള സ്വപ്നമാണ്. അപ്പോൾ അതപ്പം ചെയ്യണോ ഇനി ഫ്യൂച്ചറിൽ ഒരു നല്ല സെറ്റിൽഡ് ആയതിനു ശേഷം നമുക്ക് അങ്ങനെ ചെയ്യണം. അതായത് ഈ ഫാം എന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് അറിയാവുന്ന പണിയാണ്, അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാൻ അത് ഇപ്പൊ 2033 ജനുവരിയിൽ അതിന് ചെയ്യുന്നുള്ള അങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു പേ കട്ട് എടുത്തു, പിന്നെ നിങ്ങൾ ആ റോംസൺ റാക്സിൽ ഒരു സ്റ്റേക്ക് വാങ്ങിച്ചു ആൻഡ് യു വെന്റ് ഫുൾ ടൈം. അതെ, അതിലോട്ട് ഫുൾ ടൈം വരുന്നു. അങ്ങനെ മെയിൽ വന്നു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റോർ, ആദ്യത്തെ സ്റ്റോർ പാലാരിവട്ടത്തായിരുന്നു. രണ്ടാമത്തെ സ്റ്റോർ നമ്മൾ പത്രിപ്പാലത്ത്, എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിൽ നമ്മൾ സെക്കൻഡ് സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ലോക്ക്ഡൌൺ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് എന്നുള്ള രീതിയിൽ അന്ന് ഈ പെറ്റ്സിന്റെ ഈ സെഗ്മെന്റ് എസെൻഷ്യൽ നീഡ്സ് എന്ന് പറയുന്ന രീതിയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂമിങ് പറ്റത്തില്ല, പക്ഷെ നമുക്ക് പ്രൊഡക്ട്സ് നമുക്ക് ഹോം ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആ സമയത്ത് നമ്മൾ രണ്ടാമത്തെ സ്റ്റോർ പത്രിപ്പാലത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. പത്രിപ്പാലത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലാരിവട്ടം ഷോപ്പിൽ അതായത് 2 സ്റ്റോറിന്റെ ഓപ്പറേഷൻസ് നമുക്ക് റൺ ചെയ്യാനുള്ള ഒരു ഇൻകം നമുക്ക് പാലാരിവട്ടം സ്റ്റോറിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റോർ ധൈര്യമായിട്ട് ചെയ്യാം. ഇൻ കേസ് ഇത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പോലും മറ്റേത് വെച്ചിട്ട് ഇതിന്റെ ഓപ്പറേഷണൽ എക്സ്പെൻസ് നമുക്ക് കവർ അപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ദൈവം സഹായിച്ച് നമുക്ക് രണ്ടാമത്തെ സ്റ്റോറിൽ ഫസ്റ്റ് മന്ത് തന്നെ ഓപ്പറേഷണൽ ബ്രേക്ക് ചെയ്യാനായി. 2018 ഫസ്റ്റ് മന്ത് തന്നെ രണ്ടാമത്തെ സ്റ്റോർ ഓപ്പറേഷണൽ ബ്രേക്ക് ചെയ്യാനായി. അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളൊരു റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ രണ്ടാമത്തെ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് എന്നുള്ളൊരു സംഭവം. അപ്പം എടപ്പള്ളിക്ക് അപ്പുറത്തോട്ട് എന്നുള്ള ആ സൈഡിൽ നിന്നുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് കൺവീനിയൻ്റ് ആയിരുന്നു. ആ സൈഡിലുള്ള ആൾക്കാർക്ക് ഈ പത്തരിപ്പാലം എന്ന് പറയുന്ന സ്റ്റോറിലോട്ട് വരാൻ വേണ്ടിയിട്ട് കൺവീനിയൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് മന്ത് തന്നെ കസ്റ്റമേഴ്സ് നമ്മളോർത്ത് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് വരുമെന്ന് ഓർത്തു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. കുറെ പുതിയ കസ്റ്റമേഴ്സും ആ സൈഡിൽ നിന്ന്. അതെ 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 അതെ. അപ്പൊ അങ്ങനെ അത് കുഴപ്പമില്ല. അത്യാവശ്യം ബ്രാൻഡും ലോഗോവും കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് സ്റ്റോറിലാണ് നമ്മുടെ ലോഗോ ഇപ്പൊ കാണുന്ന നമ്മുടെ ആ ബോർഡിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം നമ്മൾ രണ്ടാമത്തെ സ്റ്റോറിലാണ് വരുന്നത്. പിന്നെ ആ വർഷം തന്നെ നമുക്ക് നമ്മുടെ വേറൊരു കസ്റ്റമർ ജിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ ഉള്ള ഒരാള്, പുള്ളിക്ക് നമുക്ക് നമ്മുടെ ഫ്രാഞ്ചൈസിയും കൂടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തൃശ്ശൂരും ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു സെയിം ഇയർ. അപ്പം 2020 നമ്മൾ 3 സ്റ്റോറിലോട്ട് എത്തി. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഫ്രാഞ്ചൈസി തുടങ്ങുകയാണ്? അതെ അതെ. അതായത് എങ്ങനെയായിരുന്നു ആ ഫ്രാഞ്ചൈസി? അവര് പേയ്മെന്റ് തരുകയാണ്, എങ്ങനെയാണ് അത്? അതെ അതെ, ഒരു ഫ്രാഞ്ചൈസി ഫീ തന്ന് നമ്മൾ അവർക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു. എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പോൾ നമ്മളും
മ്യൂച്വലി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് ബ്രാൻഡ് ബിൽഡ് അതല്ലെങ്കിൽ നമുക്ക് അത്രയും ഫണ്ട് ഫ്ലോ നമുക്ക് ഉണ്ടെങ്കിൽ ശരിയാണ്, either ത്രൂ ഇൻവെസ്റ്റ്മെന്റ് അതല്ലെങ്കിൽ നമ്മുടെ ഓൺ ഫണ്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺ സ്റ്റോർസ് ഓപ്പൺ ചെയ്ത് പോകാം. അതല്ല നമ്മളൊരു ബ്രാൻഡ് ബിൽഡിങ് നമ്മൾ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ തുടക്കക്കാരാണല്ലോ, അപ്പം അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ അന്ന് തന്നെ ഇനീഷ്യലി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇഫ് യു ഗെറ്റിംഗ് എ ഫ്രാഞ്ചൈസി എൻക്വയറി നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകും എന്നുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അതെങ്ങനെ ഫ്രാഞ്ചൈസി എങ്ങനെ നിങ്ങൾ റവന്യൂ ഷെയർ ചെയ്യലാണ്, എങ്ങനെയാണ്? നമ്മളൊരു ഫ്രാഞ്ചൈസിന്ന് ടേൺ ഓവറിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ റോയൽറ്റി എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്രാഞ്ചൈസിക്ക് വേണ്ട സാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ തന്നെ സപ്ലൈ ചെയ്യുന്നതിന് അവർക്കും ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും വോളിയം ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ ബ്രാൻഡ്സിൽ നിന്നും ബെറ്റർ മാർജിൻസ് നമ്മളായിരിക്കും എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്കും കിട്ടും, ഗുണകരമാണ്. അതെ അതെ. അവർ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങിയിട്ട് പുറത്ത് പോയി എടുക്കുന്നതിനേക്കാളും ബെറ്റർ മാർജിൻ ആയിരിക്കും നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ആ ഷോപ്പ് ഓപ്പൺ ചെയ്തു. അതും ഫസ്റ്റ് മന്ത് തന്നെ ഓപ്പറേഷണൽ ബ്രേക്ക് ചെയ്യാനായി തൃശ്ശൂർ സ്റ്റോർ. അടിപൊളി. അതെ, മീൻസ് അത് നിങ്ങളെ അത് ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിനെ ഓർഗനൈസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ബ്രാൻഡ് ഇല്ല. ഇത് തന്നെയാണ് എല്ലാ D2C ബ്രാൻഡ്സും ആക്ച്വലി എൻജോയ് ചെയ്യുന്നത്. കാരണം അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് എടുത്തിട്ട് ഓർഗനൈസ്ഡ് സെഗ്മെന്റ്. അതെ അതെ. അല്ല, എല്ലാ ബിസിനസ്സുകളും ഇപ്പം നമ്മളിപ്പം ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മാറിയിട്ട് ഒരു പുതിയ ബിസിനസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഇങ്ങനെ വന്നപ്പം നമ്മളും ചിന്തിച്ച ഒരു സംഭവമാണ്. അതായത് ഇപ്പം പഴയ ചായക്കടകളുണ്ട്, അതിനെ ബ്രാൻഡ് ചെയ്ത് പുതിയ രൂപത്തിലാക്കിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റ്സ് നോക്കുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ പഴയ ടയറിന്റെ ഷോപ്സ്, പഞ്ചർ ഷോപ്സ്, അവിടെ ടയറുകൾ വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ അതിനെ മാറ്റിയിട്ടാണ് പുതിയ ബിസിനസ്സുകൾ വരുന്നത്. അത് പഴയ ഇപ്പൊ ഹോസ്പിറ്റൽസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഏത് പുതിയ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുമാതിരിപ്പെട്ട ബിസിനസ്സുകളല്ല. ഈ പറഞ്ഞ പോലെ പഴയ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ പഴയ ഒരു ഐഡിയനെ എടുത്തിട്ട് പുതിയൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. അതെ അതെ. ഞങ്ങളത് പറയുമ്പോൾ ഫുൾവാർ ഒരു ബ്രാൻഡ് ഉണ്ട്, കാലിക്കറ്റ് ഹൽവ. അപ്പൊ കാലിക്കറ്റ് ഹൽവ ഏതോ കാലത്തുണ്ട്, പക്ഷെ അവരത് ബ്രാൻഡ് ചെയ്ത് ഫുൾവാ എന്നുള്ള ബ്രാൻഡ് ആക്കി മാറ്റി. ആൾക്കാരുടെ കണ്ണിലോട്ട് എത്തിയത് ഞാൻ പല അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ട്. അതെ, അപ്പം ആൾക്കാരിലോട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണിന് മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ മൂന്നാമത്തത് നിങ്ങൾ ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കും. അതെ, മൂന്നാമത്തെ ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കുന്നു. റവന്യൂ ഷെയർ, ബട്ട് ദേ ഗെറ്റ് എ ബെറ്റർ മാർജിൻ. നമ്മളും ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോഴും നമ്മൾ അന്നൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ ഓപ്പറേഷണൽ ബ്രേക്ക് ചെയ്യാൻ ആയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി നമുക്ക് ഉള്ള റോയൽറ്റി. നിങ്ങൾ പല ബ്രാൻഡുകളും നമ്മൾ നോക്കുമ്പോഴത്തേക്കും റോയൽറ്റി എന്ന് പറയുന്നത് പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും. അത് ലോസ് ആണെങ്കിലും റോയൽറ്റി കൊടുക്കണം, പ്രോഫിറ്റ് ആണെങ്കിലും റോയൽറ്റി കൊടുക്കണം. അങ്ങനെയുള്ളതാണ് പല രീതിയിലും നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നിങ്ങൾ കാശ് ഉണ്ടാക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് കാശ് തരിക. അതെപ്പോഴും നമ്മുടെ ഒരു പോളിസി. ഒരു പോളിസി അതാണ്. അതായത് ചുമ്മാ നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്തെന്ന് പറയുന്നത് അവർ നഷ്ടം ഉണ്ടാക്കുന്നു, നമുക്ക് കാശ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ബിസിനസ് മാത്രമായി പോകും. പക്ഷെ അങ്ങനെയല്ല, രണ്ടുപേരും അതായത് നമ്മുടെ കൂട്ടത്തിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മളെ പോലെ തന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പൊ അങ്ങനെ അത് ഫസ്റ്റ് മന്ത് തന്നെ ഓപ്പറേഷണലി ബ്രേക്ക് ചെയ്യണം. അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജേർണി പോകുന്നത്? പിന്നെ നെക്സ്റ്റ് ഇയറിൽ ഇപ്പം ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ കണ്ടമാനം ആൾക്കാർ, അതായത് ഹോബീസ് സാധാരണ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു സെക്കൻഡറി ആയിരിക്കും അല്ലേ. പക്ഷെ കോവിഡ് ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോബീസ് പ്രൈമറി ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ പെറ്റ്സിനെ വാങ്ങിച്ചു. പെറ്റ്സിനെ നമുക്ക് ഇമാജിൻ ചെയ്യാത്ത രീതിക്കുള്ള ഒത്രേ ആൾക്കാരെ എല്ലാ ദിവസവും നമുക്ക് പുതിയ പപ്പി കസ്റ്റമേഴ്സ് നമുക്ക് ഷോപ്പിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെയ്ത ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം എന്താ പറയുക, ആസ് എ പെറ്റ് പേരന്റ് ഞാൻ 2017 എടുക്കുമ്പോഴും എനിക്കറിയത്തില്ല എന്ത് ബ്രാൻഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഡോഗിന് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡോഗിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ചെയ്തത് 2020 നമ്മൾ ചെയ്തതാണ്. ഡോഗ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പെറ്റ്സ് ഏതും ആയിക്കോട്ടെ, നിങ്ങളുടെ പെറ്റ്സിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമറിനെ പഠിപ്പിച്ചു. നമ്മളെ അങ്ങനെ പല ബ്രാൻഡുകളും പഠിച്ചിട്ടുണ്ട്. നമുക്ക് പണ്ട് പിള്ളേർ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മറ്റേ ജോൺസൺസ് ബേബി പൗഡർ ഉണ്ട്, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് പ്രൊഡക്ട്സ്. അതെ, ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്പനീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, അതായത് പേരൻസിനെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു. ഇപ്പം നമ്മൾ ആമസോൺ വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ, ഇവരൊക്കെ നമ്മളെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. സെയിം രീതിക്ക് തന്നെ നമ്മൾ 2020 അതാണ് ചെയ്തത്. പെറ്റ് പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്തു. നിങ്ങളുടെ പെറ്റ്സിന് ആവശ്യമുള്ളത്, അതായത് അവരുടെ അടുത്ത് നമ്മൾ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്, നിങ്ങളൊരു ഡോഗിനെയോ ക്യാറ്റിനെയോ വാങ്ങിക്കുക, അതിനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യും.
അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോട്ട് ചെയ്യുന്നില്ല, ടോയ്ലറ്റ് ട്രെയിൻഡ് അല്ല, അതല്ലെങ്കിൽ ദേഹത്ത് ഇച്ചിങ് ഉണ്ടാവുന്നു, അതുമല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഡോഗിന് എന്തെങ്കിലും ഹെൽത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇങ്ങനെ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഒരു പെറ്റ് പേരന്റ് അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യും. ആ ഫേസ് ചെയ്യുമ്പം നിങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്ത് വരിക. നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഈ ഉള്ള ഓരോ പ്രശ്നത്തിലുള്ള സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ റോംസ് ആൻഡ് റാക്സിൽ അന്നും ഇന്നും നടക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത് ആ 3 ഔട്ട്ലെറ്റ് ആയ സമയത്ത്? ഇനീഷ്യലി ഇപ്പം ഫസ്റ്റ് ഔട്ട്ലെറ്റ് സെക്കൻഡ് ഔട്ട്ലെറ്റ് ഒക്കെ വരുന്നത് നമ്മുടെ ഇവിടെ എറണാകുളത്തെ കാര്യം പറയുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, ഡോഗ്സിനെ വളർത്തി നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. 10 വർഷമായി ഞാൻ പണി ചെയ്യുന്നത്. അതെ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഇവരെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു പുതിയ പെറ്റ് പേരന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയും നിങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. അവിടെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവും. കാരണം എനിക്കെന്തോ അറിയാമായിട്ടാണല്ലോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് പഠിപ്പിച്ചു കൊടുക്കുക. അതെ. അപ്പം തിരിച്ച് ഞാൻ ഇപ്പോഴും സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഫെഡറൽ ബാങ്കിൽ ഞാൻ പ്രയോറിറ്റി ആറുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ട്രെയിനിങ്ങിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്രശ്നം ഒരു സംഭവമാണ്. അതായത് ഇപ്പം നിന്റെ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ഒരു പർട്ടിക്കുലർ ഒരു ബൾക്ക് എമൗണ്ട് വരുന്നു. ആ ബൾക്ക് എമൗണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നെക്സ്റ്റ് മൊമെന്റിൽ ഓർക്കേണ്ട മുഖം എന്ന് പറയുന്നത് നിന്റെ ആയിരിക്കണം. എനിക്കായിരിക്കണം ആ കോള് വരേണ്ടത്. തരുണേ ഈ ഇങ്ങനെ ഫണ്ട് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് എൻ്റെ അടുത്തായിരിക്കണം ചോദിക്കേണ്ടത്. അപ്പോൾ സെയിം സംഭവങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നതാണ്. അതായത് നമ്മുടെ വീട്ടിലെ പെറ്റ്സിന് ഒരു പ്രശ്നം അവർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റോംസ് ആൻഡ് റാക്സിൻ്റെ അതല്ലെങ്കിൽ നിങ്ങളുടെ മുഖമായിരിക്കണം അവർക്ക് ഓർമ്മ വരേണ്ടത്. ആ ഫസ്റ്റ് കോള് കിട്ടേണ്ടത് നിങ്ങൾക്കായിരിക്കണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ബിൽഡിങ്ങും ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങും ഒരു ഷോപ്പിൽ എപ്പോഴും നടക്കണം. അത് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുക. അതെ. അതായത് ട്രസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് കസ്റ്റമറിന് ഫീൽ ചെയ്യുമ്പോഴാണല്ലോ എപ്പോഴും. അതായത് മിസ് സെല്ലിങ് കുറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെല് ചെയ്ത് കഴിയുമ്പോഴാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിപ്പം പിന്നെ ഹൈപ്പർ മാർക്കറ്റ് ആലോചിക്കുമ്പോൾ യൂസഫ് അലീന് ഓർമ്മ വരും, അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോൾ എലോൺ മസ്കിന് ഓർമ്മ വരും. അതേപോലെ പെറ്റിനെ കുറിച്ച് എന്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഫേസ് ആയിരിക്കണം, റോംസ് ആൻഡ് റാക്സിന്റെ ഫേസ് ആയിരിക്കണം, ആ ബോർഡ് ആയിരിക്കണം, ആ പേരായിരിക്കണം ഓർമ്മ വരേണ്ടത്. റൈറ്റ്. ഓക്കെ. അപ്പം പിന്നെ നിങ്ങൾ ഫ്രാഞ്ചൈസിങ് ചെയ്തു, അത് ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ആവുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് മെഷീൻസ് അങ്ങനെ വല്ലതും യൂസ് ചെയ്തിരുന്നു? എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിരുന്നോ? ആ സമയത്ത് ഇനീഷ്യലി നമ്മൾ ടാലി ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. റൈറ്റ്. പക്ഷേ പോകെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ബ്രാഞ്ചിൻ്റെ എണ്ണം, അതായത് രണ്ടാമത്തെ വർഷം 2021 നമ്മൾ വീണ്ടും 4 സ്റ്റോഴ്സ് നമ്മൾ ആഡ് ചെയ്തു. അപ്പം നമ്പർ കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രോപ്പർ CRMന്റെ ഒരു ആവശ്യം, ഒരു പോസ്റ്റിന്റെ ആവശ്യം നമുക്ക് അവിടെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിലോട്ട്. റൈറ്റ്. അപ്പോൾ നിങ്ങളൊരു 3 സ്റ്റോറായി, അടുത്ത കൊല്ലങ്ങൾ 4 സ്റ്റോറും കൂടി ഓപ്പൺ ചെയ്തു. ഫ്രാഞ്ചൈസി മോഡൽ തന്നെ അല്ല. അതിൽ ഒരു ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം നമ്മൾ കാക്കനാട്, കടവന്തറ, കോട്ടയം, ട്രിവാൻഡ്രം ഇങ്ങനെ 4 സ്റ്റോഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം കാക്കനാടും കടവന്തരയും എറണാകുളം തന്നെയാണ്. അത് 100% നമ്മൾ തന്നെ ഓൺ ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോർ. അപ്പോൾ നിങ്ങൾ അതേ മോഡലാണോ ഫോളോ ചെയ്യുന്നത്? അതായത് കസ്റ്റമറോട് ചോദിക്കും നിങ്ങൾക്ക് അടുത്ത സ്റ്റോർ എവിടെയാണ്? അതെ. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ, അതായത് ഇപ്പോൾ കാക്കനാടുള്ള ഒരു കസ്റ്റമറിന് പാലാരിവട്ടത്തോ പത്തിരിപ്പാലത്തോ വരിക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. കടവന്തര അത് വേറൊരു സ്റ്റോറിയാണ്. കടവന്തര ഓപ്പൺ ചെയ്യാനുള്ള റീസൺ. അപ്പം നമ്മൾ ആദ്യമേ കാക്കനാട് ഓപ്പൺ ചെയ്യുന്നു, ട്രിവാൻഡ്രം ഓപ്പൺ ചെയ്യുന്നു, കോട്ടയം ഓപ്പൺ ചെയ്യുന്നു. അതിൽ കാക്കനാട് നമ്മുടെ കമ്പനി ഓൺ സ്റ്റോറായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞ മിസ്റ്റർ ശ്രീജിത്ത്, അപ്പോൾ പുള്ളിയായിട്ട് ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മാറ്റ്സൽ എന്ന് പറയുന്ന കമ്പനി 50% ആ കമ്പനിയിൽ നിന്ന് സ്റ്റേക്ക് വാങ്ങിക്കുന്നു. മാറ്റ്സൽ 50% ഷെയർസ് വാങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനെ 50-50 എന്നുള്ള രീതിയിൽ ട്രിവാൻഡ്രത്ത് ഒരു സ്റ്റോർ വരുന്നു. പക്ഷെ അവിടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതെ. അങ്ങനെ ഒരു മോഡൽ. അതുപോലെ തന്നെ സെയിം മോഡൽ കോട്ടയത്ത് എൻ്റെ ബ്രദറും ഒരു ഫ്രണ്ടും, മാനുവൽ എന്ന് പറഞ്ഞിട്ടാണ് ബ്രദറിന്റെ പേര്, ഫ്രണ്ട് ജിതുൻ, ഇവർ രണ്ടുപേരും വെച്ചിട്ട് കോട്ടയത്ത് നമ്മളൊരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു? നിങ്ങളൊരു പിന്നെ 14 വരെ എങ്ങനെയായിരുന്നു? 14ാമത്തെ ഔട്ട്ലെറ്റ് വരെ? 14ാമത്തെ ഔട്ട്ലെറ്റ് വരെ ഞാൻ മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കോമ്പിനേഷൻ ലൈക്ക് ഓൺ സ്റ്റോഴ്സ്, ഫ്രാഞ്ചൈസസ് ആൻഡ് ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റോഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് നമ്മളൊരു പുതിയ കമ്പനി ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ പേരന്റ് കമ്പനി ഒരു സ്റ്റേക്ക് എടുക്കുന്ന രീതിയിൽ, ആ ഒരു രീതിയിലായിരുന്നു ഓപ്പറേഷൻസ് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പേ നമ്മുടെ ട്രിവാൻഡ്രം ആൻഡ് കോട്ടയം സ്റ്റോറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു.
അപ്പോൾ അത് നമ്മൾ ടേക്ക് ഓവർ ചെയ്തു ആ സ്റ്റോഴ്സ്. അതുപോലെ തന്നെ ഫുള്ളി കമ്പനി ഓപ്പറേറ്റഡ്, കമ്പനി ഓൺഡാക്കി അവിടെയുള്ള പാർട്ട്നേഴ്സ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സുമായി. ഓ, അത് നിങ്ങൾ റോംസ് ആൻഡ് റാക്സിൽ ഷെയർ ഹോൾഡേഴ്സ്? റോംസ് ആൻഡ് റാക്സിൽ അവർ ഷെയർ ഹോൾഡേഴ്സായി. അങ്ങനെ വന്നു. അത് കൂടാതെ ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റോർ കോർമംഗല ഓപ്പൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബേസിക്കലി ഒരു എന്താ പറയുന്നത് കേരള ബേസ്ഡ്, അല്ലെങ്കിൽ കേരളത്തിലാണ് നമ്മുടെ എല്ലാ ഏരിയകളും ഉള്ളത്. കറക്റ്റ്. അപ്പോൾ ബാംഗ്ലൂർ ഒരു ഓപ്പറേഷണൽ ഡിഫിക്കൽറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മളത് ഫേസ് ചെയ്തിരുന്നു. അപ്പം നമ്മളും അവിടെ ഒരു റൈറ്റ് പാർട്ട്ണർ എന്നുള്ള രീതിക്ക് നമ്മളും വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നാൾ. അപ്പം നമുക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ എവർടെസ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പിലെത്തി. ഇപ്പം എവർടെസ്ക് ആണ് ബാംഗ്ലൂരിലത്തെ കംപ്ലീറ്റ്ലി, അതായത് അവരൊരു റോംസ് ആൻഡ് റാക്സിൻ്റെ ഒരു പാർട്ട് എന്നുള്ള രീതിക്ക് തന്നെ ബാംഗ്ലൂർ ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി അവരാണ്. അപ്പൊ നിങ്ങൾ ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി കൊടുക്കുകയാണോ ചെയ്ത്? മാസ്റ്റർ ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിലായിരുന്നു ഇനീഷ്യലി. പക്ഷെ നമുക്ക് വളരെ നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇപ്പൊ അവരും കമ്പനിയുടെ ഒരു പാർട്ടാണ്. അതെ അതെ, അങ്ങനെ ഒരു പാർട്ടാണ് അവർ. വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഇല്ല, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഡെഫിനറ്റ്ലി ഉണ്ടാവണം എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. ഓ, വെരി നൈസ്. അപ്പം പിന്നെ ബാംഗ്ലൂർ മാത്രമാണല്ലോ, കർണാടക മൊത്തമാണ്? കർണാടക എന്നുള്ള രീതിക്ക് സ്റ്റേറ്റ് അവർ ഓപ്പറേറ്റ് ചെയ്യും. അവർ ഓപ്പറേറ്റും ചെയ്യും, പ്ലസ് അവർ ഷെയർ ഹോൾഡേഴ്സും ആണ്. അതെ അതെ അതെ. കേരളത്തിൽ അതുവരെയും ഈ പറഞ്ഞ പോലെ ഒരേ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ സമയം വരെ. അതെ. പക്ഷെ 2021 നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2 പ്ലേയേഴ്സ്, അതായത് അവർക്ക് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്ത്യയിൽ തന്നെയുള്ള 2 പെറ്റ് ബ്രാൻഡ്സ്, അവർ നമ്പർ 1 ആൻഡ് നമ്പർ 2 നിൽക്കുന്ന ബ്രാൻഡ്സ് ആണ്. അവർ രണ്ടുപേരും നമ്മൾ കൊച്ചിയിലൊക്കെ ഇത്രയും ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഓക്കെ, കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു സ്കോപ്പ് ഉള്ളതുകൊണ്ടാണല്ലോ ഇവർ കുറേ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നത്. കറക്റ്റ്. അപ്പം അവർ രണ്ടുപേരും കൊച്ചിയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു ബ്രാൻഡിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അന്നേരം ആലോചിച്ചത് ഈ പറഞ്ഞ പോലെ പുതിയൊരു പ്ലെയർ കൊച്ചിയിൽ വന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെ അത് ബാധിക്കും. അപ്പം അതിനെ ഓവർകം ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മുടെ 3ാമത്തെ സ്റ്റോർ കടവന്തറയിൽ നമ്മൾ വരുന്നത്. അപ്പോൾ കടവന്തറയിൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഈ 2 ബ്രാൻഡുകൾക്ക് പോകേണ്ട സെയില് സ്പ്ലിറ്റായി. ആ കമ്പനികൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവർക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം 2 വരേണ്ട സെയില് 3 സ്പ്ലിറ്റായി. അപ്പൊ നമുക്കും സെയിൽ കുറവാണ്, അവർക്കും സെയിൽ കുറവാണ്. പക്ഷെ നമ്മൾ ബിൽഡ് ചെയ്ത് കയറി. നമ്മുടെ സെയിൽ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ പുതിയ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടവന്തറയിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് അവർ അടുത്ത സ്റ്റോർ ഓപ്പൺ ചെയ്ത് വരേണ്ടതായിരുന്നു. പക്ഷെ 2021 തന്നെ നമുക്കത് ഏകദേശം ഒന്ന് സ്റ്റോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അവരും പിന്നെ ഈ മാർക്കറ്റിലോട്ട് അധികം ഇൻട്രസ്റ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതിലോട്ട് വന്നു. അങ്ങനെയാണ് കടവന്തറ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ എല്ലാ വർഷങ്ങളിലും നമ്മളൊരു 4-5 സ്റ്റോർ വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ഫെബ്രുവരി 20 നമ്മുടെ 22ാമത്തെ സ്റ്റോറിന്റെ ഇനാഗുറേഷൻ നമ്മൾ ഒരുമിച്ച് ചെയ്യുവാണ്. ഇപ്പം അത് മുംബൈയിൽ ഒരെണ്ണം കല്യാണിലും ഒരെണ്ണം ജുഹുവിലും നമ്മുടെ 2 സ്റ്റോഴ്സ് വരും. ഇപ്പൊ കേരളത്തിന് പുറത്തേക്കുള്ള ഫസ്റ്റ് എക്സ്പാൻഷൻ ആണത്? അല്ല, കേരളത്തിന് പുറത്ത് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ബാംഗ്ലൂരാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്തു. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ ബാംഗ്ലൂർ ചെല്ലുമ്പോഴത്തേക്കും ബാംഗ്ലൂർ നമ്മളൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമുക്കൊരു വിസിബിലിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു ബ്രാൻഡ് ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ കിടന്നിട്ട് നമ്മൾ കളിക്കുക എന്നുള്ളതിനേക്കാളും നമ്മളെ സംബന്ധിച്ച് ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് മറ്റ് കമ്പനികളുടെ ഫ്രണ്ടിലും അതല്ലെങ്കിൽ എവിടെയും കിട്ടണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ പോലെയുള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ പോയി നമ്മൾ എസ്റ്റാബ്ലിഷ് ആവണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. കേരളത്തിൽ നമ്മുടെ തുടങ്ങിയ സ്റ്റോർസ് എല്ലാം, അതായത് ഇപ്പം നമുക്ക് കേരളത്തിൽ 18 സ്റ്റോറുകളാണ് ഉള്ളത്. അതിൽ 17 സ്റ്റോറുകളും നമ്മൾ ഫസ്റ്റ് മന്ത് തന്നെ ഓപ്പറേഷണൽ ബ്രേക്ക് ചെയ്യാനായിട്ടുണ്ട്. 18 17 സ്റ്റോറും എല്ലാ സ്റ്റോറിലും നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞാൽ ഫസ്റ്റ് ഡേ നമുക്കൊരു നല്ല വോളിയം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എല്ലാ സ്റ്റോറുകളിലും. കാരണം കസ്റ്റമേഴ്സ് ഇപ്പം കോവിഡ് ടൈമിൽ നിന്ന് നമുക്ക് കോട്ടയത്ത് നിന്ന് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ഗ്രൂം ചെയ്യുന്ന കസ്റ്റമർ ഉണ്ടായിരുന്നു. കസ്റ്റമർ ബേസ് ഓൾറെഡി ബിൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്കൊരു നല്ല സെയിൽസ് എല്ലായിടത്തും ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അത് ഓർഗാനിക്കലി കൂടെ വരലാണ്? ഓർഗാനിക്കലി. പിന്നെ ഈ നമ്മുടെ ഒത്തിരി അധികം ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് 20ലും 21ലും നോക്കിക്കഴിയുവാണെങ്കിൽ ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, അതല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നമ്മുടെ വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള റീച്ച് നമുക്ക് നമ്മൾ ചെയ്തതുകൊണ്ട്, നമ്മൾ അസോസിയേറ്റ് ചെയ്തതുകൊണ്ട്, അതല്ലാതെ തന്നെ ഓർഗാനിക്കലി വന്നതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാർ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സെലിബ്രിറ്റീസിനൊക്കെ കുറെ പെറ്റ്സ് ഉണ്ട്, ഒത്തിരി ആൾക്കാർക്ക്. ഇതൊരു പെർട്ടിക്കുലർ ഇൻകം ഗ്രൂപ്പിന്റെ മുകളിലുള്ളവർക്കല്ലേ പെറ്റ്സ് ഉണ്ടാവുള്ളൂ നോർമലി? അല്ലെങ്കിൽ അങ്ങനെയല്ല, എല്ലാവർക്കും. അതായത് നമുക്ക് ഒരു പെറ്റിനെ നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് വളർത്താം.
എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വളർത്താം. അതല്ല നമുക്ക് ഇപ്പം ഹോം ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ. കുട്ടികളെ വളർത്തുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആഗ്രഹമാണ് ആൾക്കാരെ സംബന്ധിച്ച്. ആ ആഗ്രഹങ്ങൾ പലപ്പോഴും ആൾക്കാർ അങ്ങനെ എന്താ പറയുക, അവരുടെ കയ്യിലുള്ള എമൗണ്ട് നോക്കിയിട്ട് അങ്ങനെയൊന്നും അല്ല. ഒരു പെറ്റിനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ടത് വാങ്ങിച്ച് അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഇന്ന ഇൻകം ഗ്രൂപ്പ് എന്നുള്ളതല്ല, നമ്മുടെ അടുത്ത് വരുവാണെങ്കിലും നമുക്ക് ഇപ്പം 1 കിലോ ഡോഗ് ഫുഡിന് 150 രൂപ മുതൽ 1 കിലോയ്ക്ക് 1500 രൂപ വരെയും റേഞ്ചിലുള്ള ഡോഗ് ഫുഡുണ്ട്. ഇപ്പോൾ ഒരു ഷിറ്റ്സ് പോലെയുള്ളൊരു ബ്രീഡിന് ഒരു ദിവസം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120 grams ഓഫ് ഡോഗ് ഫുഡ് നമുക്ക് കൊടുത്താൽ മതി. അതായത് 200 രൂപ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 200 രൂപ എന്നെടുക്കാം. അപ്പോൾ 120 ഗ്രാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു ദിവസം വരുമ്പോഴത്തേക്കും ഒരു 10 രൂപ 20 രൂപയ്ക്കുള്ളിൽ നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് വേണമെങ്കിൽ ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രമായിട്ട് നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡോഗ് ഫുഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 100 ഗ്രാം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം 100 രൂപ സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് പെറ്റ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. എക്കണോമിക്കലായിട്ടും വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല ഈ പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. റൈറ്റ്. അപ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ഫ്രാഞ്ചൈസി മോഡലിൽ തന്നെയാണോ, അല്ലെങ്കിൽ കമ്പനി ഫ്രാഞ്ചൈസി രണ്ടും കൂടി ഒരുമിച്ചാണോ? ഇപ്പം എങ്ങനെയാണ് ഇത് പോണത്? നമുക്ക് 3 മോഡലുകളുണ്ട്. ഇപ്പോഴും 3 മോഡലുകളുള്ളത്. ഒന്ന് കംപ്ലീറ്റ്ലി ഫ്രാഞ്ചൈസി ഓൺഡ് ആയിട്ടുള്ള ഒരു മോഡലുണ്ട്, 100% ഫ്രാഞ്ചൈസി. അതെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു കമ്പനിയിൽ നമ്മൾ പർച്ചേസ് സ്റ്റേക്ക് നമ്മൾ എടുത്തിട്ട് അങ്ങനെ പോകുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഫുള്ളി കമ്പനി ഓൺഡ് ആയിട്ടുള്ള ഒരു മോഡലുണ്ട്. ഈ 3 മോഡലിലും നമ്മൾ ഇപ്പോഴും റണ്ണിങ് ആണ്. അതെ. ഇപ്പൊ നമ്മൾ 23 സ്റ്റോറിലാണ് നിൽക്കുന്നത്. 2026 മാർച്ച് എത്തുമ്പോഴത്തേക്കും 23 എന്നുള്ളത് ഒരു 35 നമ്മൾ എത്തിക്കണമെന്നുള്ള രീതിക്കാണ് നമ്മളിരിക്കുന്നത്. 40 ആണ് ഉള്ളിലുള്ളത്. 35 നമ്മൾ 100% നമ്മൾ എത്തിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് പെറ്റ് സപ്ലൈസ് ഉണ്ട്, 2 ഗ്രൂമിംഗ് ഉണ്ട്. അതെ. ഇതിലെ എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത്? പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം പെറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മളൊരു ചെറിയ ഷോപ്പ് അല്ലാതെ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ലാർജ് സൈസ് ഫോമാറ്റിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ മാത്രമേ എപ്പോഴും വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഒരു സ്റ്റോർ എടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സൈസ് ഓഫ് നമ്മുടെ ഒരു സ്റ്റോർ എന്ന് പറയുന്നത് ഒരു 1800 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും വരുന്നത്. ഈ 1800 എല്ലാം കൂടെ കൂട്ടി 1000, അതായത് 1200 മുതൽ 4400 സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്റ്റോറുകൾ നമുക്കുണ്ട്. അത് ബേസ്ഡ് ഓൺ ലൊക്കേഷൻസ് ആണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇത്രയും വലിയ സ്റ്റോറുകൾ ചെയ്യുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് മാത്രം വിറ്റിട്ട് നമുക്ക് ഒരിക്കലും ഒരു പർട്ടിക്കുലർ നമുക്കിതിൻ്റെ ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. അത് സർവീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾ രണ്ടും ചെയ്യും? ഈ പറഞ്ഞ 23 സ്റ്റോഴ്സിലും ഇത് പ്രൊഡക്ട്സും ഗ്രൂമിങ്ങും ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ട്സിലാണോ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഗ്രൂമിങ്ങിലാണോ പ്രോഫിറ്റബിലിറ്റി കൂടുതൽ? രണ്ടിലും പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഗ്രൂമിങ്ങിലായിരിക്കും ഒബ്വിയസ്ലി സർവീസസിൽ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കുമല്ലോ. റൈറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഔട്ട്ലെറ്റ്സ് തുടങ്ങുമെന്ന് പറഞ്ഞ്, അപ്പോൾ അഗെയിൻ ഈ പർട്ടിക്കുലർ ലൊക്കേഷൻ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഇന്ന സ്ഥലത്താണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മളിപ്പം എറണാകുളത്ത് നമ്മുടെ കാര്യം പറയാം. ഇപ്പം എറണാകുളം ടൗണിൽ ഒരാൾ കയറിയിട്ട് അയാൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ഒരു റോംസ് ആൻഡ് റാക്ക് സ്റ്റോറെങ്കിലും അവർ കണ്ടിരിക്കും. അത് ഏത് റൂട്ടിൽ പോയി കഴിഞ്ഞാലും ഒരു റോംസ് ആൻഡ് റാക്ക് സ്റ്റോർ കാണാതെ അവർ പോകത്തില്ല. ആ രീതിയിലാണ് നമ്മൾ സ്റ്റോഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ബിസി റോഡിന്റെ സൈഡിലായിരിക്കണം നമ്മുടെ പർട്ടിക്കുലർ ലൊക്കേഷൻ എന്നുള്ള ഒരു ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനീസും എല്ലാം അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലൊരു ഡേറ്റ ഉണ്ടാവും. ഏത് ലൊക്കേഷനിലാണ് സപ്ലൈ ബ്രാൻഡ്സ്. അപ്പോൾ അവർ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു ഡേറ്റ ഉള്ളതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണ് അവർ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഡേറ്റ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പൊ കുറച്ചുകൂടി ഈസിയാണ്. ആദ്യമൊക്കെ നമ്മൾ അതെ, നമ്മൾ ആദ്യമേ നമ്മൾ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് കാർ ഷോറൂംസിന്റെ കാര്യം നോക്കുമായിരുന്നു. കാർ ഷോറൂംസ്, KFC, റിലയൻസ്, ഈ സംഭവങ്ങൾ എല്ലാം കൂടെ ഉള്ള ഒരു ലൊക്കേഷൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണേലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അല്ല, ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് റിസർച്ചിന് വേണ്ടിയിട്ട്, ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് ഒരു പ്രീമിയം സെറ്റ് ഓഫ് ക്ലയൻസ് ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം. ഇത് മൂന്നും ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രസന്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രീമിയം സെറ്റ് ഓഫ് ക്ലയൻസ് ഉണ്ടാവും. നമ്മൾ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട. അവർ ചെയ്ത സംഭവം ഇത് മൂന്നോടെ കോമൺ ആയിട്ടാണ്. നമ്മൾ ഒരു ബ്രാൻഡിനെ നോക്കുന്നില്ല, 3-4 ബ്രാൻഡ്സ് നമ്മൾ എടുത്തിട്ട് ഈ 4 ബ്രാൻഡ്സും പ്രസന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ നമ്മുടെ ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ, ഈ പെറ്റ്സിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ നമുക്ക്.
അപ്പോൾ അതോടെ വെച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞ കമ്പനീസിന്റെ ഡേറ്റ അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. അവരൊക്കെ കുറെ കാശ് കൊടുത്തിട്ട് ഉണ്ടാക്കേണ്ട ഡാറ്റയാണ്. അതെ അതെ അതെ. അപ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. പിന്നെ നമ്മളും സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം അറിയാം ഇപ്പോൾ കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും എവിടെയൊക്കെയാണ് പറ്റുന്നത്. കേരളത്തിൽ നമ്മൾ ഓൾറെഡി ഇരുന്ന 40 ലൊക്കേഷൻസ് നമുക്ക് സ്റ്റോർ തുടങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രാഞ്ചൈസീസും ഓൺ സ്റ്റോഴ്സുമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളിപ്പോൾ 18 ഉള്ളത്. ഇനി 22 സ്റ്റോഴ്സോടെ നമുക്ക് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ കൊല്ലം ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസി ഓണർ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അപ്പം തന്നെ അവരുമായിട്ട് അലൈൻമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ സമയത്ത് തന്നെ തുടങ്ങുള്ളൂ? അങ്ങനെയില്ല, നമ്മൾ ഇന്ന ടൈമിലേ നമ്മൾ തുടങ്ങുള്ളൂ. അതായത് അത് കഴിഞ്ഞു പോകാതിരിക്കാനേ നമ്മൾ എപ്പോഴും നോക്കുള്ളൂ. അതിന് മുന്നേ നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യും. നമ്മളത് എന്ത് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നമ്മളത് നിങ്ങളടുത്ത് കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി ഓണർ വരാൻ ആ ഫ്രാഞ്ചൈസി ഓണർ അസോസിയേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അത് ഫ്രാഞ്ചൈസീസ് പക്ഷേ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതുവരെയുള്ളത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ഈ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള ഒരു പർപ്പസിൽ മാത്രം വരുന്നതാണെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യാറില്ല. ഒരു പെറ്റ് ഓണർ ആയിരിക്കണം ബേസിക് റിക്വയർമെന്റ്. ഏറ്റവും മിനിമം റിക്വയർമെന്റ് ഒരു പെറ്റ് ഓണർ ആയിരിക്കണം. ജെന്യുവൻ ആയിട്ട് പെറ്റ്സിനെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കണം. അവർക്ക് അത് ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. അതായത് നമുക്ക് പിന്നെ ഇപ്പൊ ഒരു ഗ്രൂമിങ് നടക്കുന്നു. ഒരു ഗ്രൂമിങ് നടക്കുമ്പോൾ അവർ നോക്കുമ്പോൾ മനസ്സിലാകണം ഇത് ചെയ്യുന്ന രീതി ശരിയാണ് തെറ്റാണ് ഇതൊക്കെ മനസ്സിലാവണമല്ലോ. അപ്പൊ അതൊരു പെറ്റ് ഓണർക്കും പെറ്റ് ലവറിനും ഒക്കെ പറ്റത്തുള്ളൂ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്ക് ഇതിനെ എന്താ പറയുക, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രം ജീവനുള്ള സാധനങ്ങളല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനത്തെ അതന്നെ ഇപ്പൊ ഞാനും പറയല്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇ-കോം ഷോ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുറേ ആൾക്കാരെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ ഡിജിറ്റലി എങ്ങനെ നിങ്ങളെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. അതിൽ സന്തോഷം കണ്ടെത്തുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ ജോബ് ഫോർ മീ എനിമോർ. ദിസ് ഈസ് മൈ വേ ഓഫ് ലൈഫ്. അപ്പൊ അതേപോലെ ഈ പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു വർക്കായിട്ട് നമുക്ക് എപ്പോഴും, അതായത് നമുക്ക് എപ്പോഴും നമ്മൾ വലിയ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലേ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം നമുക്കത് ഇൻട്രസ്റ്റ്, ഞാൻ ബാങ്കിലുണ്ടായിരുന്ന സമയത്ത് അയ്യോ പണിയെടുത്ത് മടുത്തു എന്നുള്ളൊരു ഫീൽ എപ്പോഴും നമുക്ക് വരുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. കാരണം നമ്മുടെ കുറെ സമയങ്ങൾ നമ്മൾ ഇവരെ കാണുന്നു, നമ്മൾ എൻജോയ് ചെയ്തിട്ട് കുറെ സമയങ്ങൾ പോകുന്നുണ്ട്. അപ്പം എപ്പോഴും ഒരു പാഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഔട്ട്ലെറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഒരു സൈഡിൽ ഗ്രൂമിംഗ് ഉണ്ട്, ഒരു സൈഡിൽ പെറ്റ് സപ്ലൈസ് ഉണ്ട്. അപ്പോൾ രണ്ട് ഗ്രൂമിംഗ് ആണ് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി GP എൻഹാൻസ് ചെയ്യുന്നത്. പ്ലസ് എപ്പോഴാണ് നിങ്ങളൊരു പിന്നെ നിങ്ങൾക്ക് എക്സ്ക്ലൂസിവിറ്റി ഉണ്ട് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഒരു റൂട്ടിലേക്ക് എപ്പോഴാണ് പോണേ? ഏകദേശം 14 ഔട്ട്ലെറ്റ് 15 ഔട്ട്ലെറ്റ് ആയപ്പോഴത്തേക്കാണ് നമ്മൾ സ്വന്തം പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്തത്. സ്വന്തമല്ല, അതായത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഇൻഡസ്ട്രിയിലുള്ള, അതായത് നമ്മൾ പോയി, അതായത് ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവിടെ പോയി അവിടെ താമസിച്ച് അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി കണ്ട് പ്രൊഡക്റ്റ് അവരെങ്ങനെയാണ്, അതായത് ചുമ്മാ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നേരെ പാക്കറ്റിൽ അടിച്ചു വിടുന്ന കമ്പനീസ് എടുക്കത്തില്ല. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി വേണം. അങ്ങനെയുള്ള ഒരു ബ്രാൻഡ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. അവിടെ പോയി താമസിച്ച് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതൊരു നമ്മൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പെറ്റ് ഓണേഴ്സിന് നമുക്ക് 100% നമ്മുടെ പെറ്റ് ഓണേഴ്സിന് നമ്മുടെ വീട്ടിലത്തെ പെറ്റ്സിന് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കൂടുതൽ ഹെൽത്തിയറേ ആകത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് നമുക്ക് വരണം. അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ആയി. പ്രോഫിറ്റബിലിറ്റി ബെറ്ററായി. ഓക്കെ. പ്രോഫിറ്റബിലിറ്റിയേക്കാൾ ഉപരി അതിൻ്റെ അകത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഈ പെറ്റ് ഇൻഡസ്ട്രിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. ക്വിക്ക് കോമേഴ്സ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇ-കൊമേഴ്സ് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഫേസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ഇൻഹൗസ് ബ്രാൻഡ്സ് വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഹൗസ് ബ്രാൻഡ്സ് വേണം. അതും ചുമ്മാ ഒരു ബ്രാൻഡ് കൊണ്ടുവന്ന് പേരിന് വെക്കുക എന്നുള്ളതല്ല, ഈ പറഞ്ഞ ഏത് ബ്രാൻഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ബ്രാൻഡുകൾ അതാണ് നമ്മുടെ ഒരു ചിന്ത. അതായിരുന്നു പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പ്രോഫിറ്റബിലിറ്റി സെയിം ആണെങ്കിൽ തന്നെ ഇപ്പം നാളെ ഒരു വലിയ പ്ലെയർ കേരളത്തിൽ വരുവാണ്. കേരളത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിലുള്ള ബ്രാൻഡുകളെല്ലാം അവരുടെ കയ്യിലും ഉണ്ടാവും. പിന്നെ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യാലിറ്റീസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബ്രാൻഡ്സിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പുറത്തുള്ള ബ്രാൻഡുകളൊക്കെ എക്സ്ക്ലൂസീവ് ഡീലറായി. സോ യു ആർ സെല്ലിംഗ് ദാറ്റ്. പിന്നെ നിങ്ങളെ സ്വന്തം ബ്രാൻഡ് എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത്?
നമ്മൾ സ്വന്തം ബ്രാൻഡ് ഇപ്പം ഒരു സ്റ്റോറി ടൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ അത് ആക്സസറീസ്, പിന്നെ കെന്നൽ വാഷ്, അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതും 2020 ഈ പറഞ്ഞ ഇമ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ 12 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിനുള്ള വർക്ക് തുടങ്ങിയായിരുന്നു. അപ്പോൾ ലീഷ കോളേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെയാണ് നമ്മൾ കൂടുതലും അതിൻ്റെ ആക്സസറി സൈഡാണ് നമ്മൾ. അത് വേറെ ബ്രാൻഡ് നെയിമിലാണ്. അതെ അതെ അതെ. ഇത് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ബാൻഡിഡോസ് പറഞ്ഞിട്ട് ഈ മോട്ടോർ സൈക്കിൾ ആക്സസറീസ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 മോട്ടോർ സൈക്കിൾ ആക്സസറീസ് സ്റ്റോറാണ്. അപ്പൊ അവരും ഇതേപോലെ 2 ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതിന്റെ റീസണും കൂടെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്ലയറും കൂടെയാണ്. ഞങ്ങൾ ആദ്യമേ ഈ ലീഷ് കോളറൊക്കെ തുടങ്ങിയ സമയത്ത് റോംസൺ റാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലാണ് തുടങ്ങിയത്. അപ്പം വേറൊരു പെറ്റ് സ്റ്റോർ ഓണറിന് ഇത് വാങ്ങിച്ചിട്ട് അവരുടെ കടയിൽ കൊണ്ടുപോയിട്ട് റോംസൺ റാക്സിന്റെ ബ്രാൻഡിങ് വെക്കുന്നതിന് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡിഫറെന്റ് ബ്രാൻഡ് നമുക്കും നമ്മുടെ ഷോപ്പിൽ വെക്കാം. അതുപോലെ തന്നെ അതിൽ താല്പര്യമുള്ള മറ്റു ആൾക്കാർക്കും അത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം നമ്മളെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്ലി ക്വാളിറ്റി പ്രൊഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അതേത് രീതിയിലാണെങ്കിലും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റോറി ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങള് പിന്നെ സ്വന്തം കുറെ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഡീലർ ആവുന്നു, നിങ്ങൾ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നു. ആ സപ്ലൈ ചാനൽ വഴി തന്നെ നിങ്ങളെ സ്വന്തം ബ്രാൻഡും നിങ്ങൾ കയറ്റി വിടുന്നു. പിന്നെ ഇപ്പം ടോം നിങ്ങളെ ഇൻവെസ്റ്ററാണ്, മനസ്സിലായി ഇൻവെസ്റ്ററാണോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ അതിന്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു ടോം ജെയിമിനും കൂടി ഇതിനകത്ത് കയറ്റണേ? അല്ല, ടോമിനെ ഇപ്പം റോണി പാർട്ണർ ഉണ്ടല്ലോ, പുള്ളിയുടെ ഫ്രണ്ടായിരുന്നു ടോം. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു ഫേസ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് സ്റ്റക്കാവും. ഈ പറഞ്ഞ പോലെ ഫണ്ടിങ്ങിൻ്റെ സംഭവം, ഫണ്ട്സിൻ്റെ കാര്യങ്ങളിലൊക്കെ. കാരണം ഒരു കാര്യങ്ങൾ ഒരു ബ്രാൻഡ് വലുതാകുമ്പോഴത്തേക്കും ഈ ബ്രാൻഡ് പുറത്തുനിന്ന് നോക്കുന്നവരെ ബ്രാൻഡ് വലുതാകുന്നതും ബിസിനസ് വലുതാകുന്നതും മാത്രമേ കാണത്തുള്ളൂ. അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മുടെ എക്സ്പെൻസസ്, കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എല്ലാം നമ്മൾ എന്താ പറയുക, ഫണ്ട് റിക്വയർമെന്റ് ഭയങ്കരമായിരിക്കും. ഇപ്പം ഇമ്പോർട്ട്സ് തുടങ്ങണമെങ്കിലോ അതല്ലെങ്കിൽ ഫണ്ട് ഇപ്പം നമ്മളൊരു പുതിയ ഷോപ്പ് തുടങ്ങുന്നു, ഈ ഫണ്ട് ബ്ലോക്ക് ആവുന്ന ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളൊരു ബൂട്ട് സ്ട്രാപ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ടോമുമായിട്ട് സംസാരിക്കുന്നതും ടോം ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആവുന്നതും ഇതിനകത്ത്. അപ്പം അതിൽ നമ്മൾ ബാംഗ്ലൂർ നമ്മളൊരു സ്റ്റോറ് ഇൻവെസ്റ്റ്മെന്റ് വന്ന സമയത്താണ് നമ്മൾ ബാംഗ്ലൂർ നമ്മുടെ ഫസ്റ്റ് സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബാംഗ്ലൂർ പോലുള്ള ഒരു ലൊക്കേഷനിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് അതുവരെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫസ്റ്റ് മന്ത് നമുക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ മാസം തന്നെ ഓപ്പറേഷനിൽ ബ്രേക്ക് ചെയ്യാനാവും. അപ്പം നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും ഒന്നാമത് കോമ്പറ്റീഷൻ, നമ്പർ ഓഫ് ഷോപ്സ് അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന മലയാളികളാണ് നമ്മുടെ അവിടുത്തെ ആദ്യ കസ്റ്റമേഴ്സ്. അതായത് കോവിഡിൽ അവർ വർക്ക് ഫ്രം ഹോം ആയിരുന്നു, അവർ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി. അപ്പൊ അവരായിരുന്നു നമ്മുടെ അതെ അവരായിരുന്നു നമ്മുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പയ്യെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെയും ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ ഇപ്പം നമുക്ക് 3 സ്റ്റോറായി. നമ്മൾ കോർമംഗലാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഹെഡ്ബാളിലും അതുപോലെ തന്നെ വൈറ്റ് ഫീൽഡിലും നമ്മൾ ഓൾറെഡി 2 സ്റ്റോറൂടെ നമ്മൾ ഓപ്പൺ ആക്കി. ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു അഡീഷണൽ ഇൻവെസ്റ്റർ ആഡ് ചെയ്തു സോ ദാറ്റ് ഈ ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ. ഓക്കെ. എന്നിട്ട് അപ്പോൾ ആ സമയത്താണ് നിങ്ങൾ പുറത്തുള്ളൊരു ഔട്ട്ലെറ്റിനായിട്ട് ആലോചിക്കുന്നത്. അതെ അതെ. പക്ഷെ നോർമലി നിങ്ങൾ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഫസ്റ്റ് മന്ത് തന്നെ ഓപ്പറേഷണലി ബ്രേക്ക് ചെയ്യണം. ഓക്കെ. ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ഓഫ്ലൈൻ ആയിരുന്നു. ഓഫ്ലൈനിൽ സ്റ്റോർ തുറക്കുക, അതിൻ്റെ പവർ ഉണ്ടാക്കുക. ഇപ്പോൾ 23 ഔട്ട്ലെറ്റ് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഓൺലൈൻ സെഗ്മെന്റ് നടക്കുന്നത് ഇപ്പോൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, പുറമേ നിന്ന് ഒരാൾ കാണുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ഓഫ്ലൈൻ ആയിരുന്നു, ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ എന്ന് പറയുന്ന രീതിക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്റേണലി ഇപ്പം നമ്മൾ ഇത്ര നാളത്തെ ഇതെടുക്കുമ്പോഴത്തേക്കും 3-4 വെബ്സൈറ്റ്സ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് അറിയത്തില്ല. നമ്മളൊരു ടെക്നോളജി ആയിട്ട് വലിയ ബന്ധമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരല്ല ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ആരും. എല്ലാവരും ഇപ്പോൾ റോണി ആണെങ്കിലും രാധാകൃഷ്ണൻ ആണെങ്കിലും ഒക്കെ എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്? റോണി ഈ പറഞ്ഞ പോലെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. പുള്ളി UK MBA കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ബേസിക്കലി ഹീസ് ആൻ ആർട്ടിസ്റ്റ്. പുള്ളിയാണ് ഗ്രൂമിങ്ങിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഹെഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കസ്റ്റം ചെയ്ത് നോക്കി, പിന്നെ ഷോപ്പിഫൈ ചെയ്തു. പക്ഷേ നിങ്ങൾ ആ പ്രൊജക്റ്റ് അധികം മുന്നോട്ട് കൊണ്ടുപോയില്ല. അപ്പോൾ ഇത് സെറ്റ് ആയില്ല, എന്താ സംഭവിച്ചത്?
അല്ല, ഇങ്ങനെ പലരെ നമ്മൾ പരീക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊരു വെബ്സൈറ്റ് പ്ലസ് ഒരു മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന രീതിക്ക് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടീം അവർ അതിനെ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാവുന്ന രീതിയിൽ അവരതിനെ ആക്കി തന്നു. ഷോപ്പിഫൈയിൽ തന്നെയായിരുന്നു. പ്ലസ് അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് നമ്മളിപ്പോൾ പുതിയൊരു ഏജൻസിനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ ഏജൻസിനെ ഏൽപ്പിച്ച് മാർക്കറ്റിംഗിൽ അവർ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാം നമ്മളെ കൊണ്ട് തന്നെ പറ്റൂലല്ലോ. ഇല്ല നമുക്ക് എപ്പോഴും അസോസിയേഷൻസ് വേണം. നിങ്ങളിപ്പം ഇൻവെസ്റ്റേഴ്സിന് എടുക്കണോ ഫ്രാഞ്ചൈസി കൊടുക്കണോ ഒക്കെ അസോസിയേഷൻസ്. നമ്മൾ നമ്മുടെ വീക്ക്നെസ് നമ്മുടെ സ്ട്രെങ്തിനേക്കാൾ ഉപരി നമ്മുടെ വീക്ക്നെസ്സും കൂടെ നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ വീക്ക് അവിടെ നമ്മൾ റൈറ്റ് പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നതാണ് ഗ്രോത്തിന് ഏറ്റവും വേണ്ട ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഫോർ എക്സാമ്പിൾ ഈ ഓൺലൈനിൽ വരുന്ന സെയിൽസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇൻവോയ്സ് ഒക്കെ GST ഇൻവോയ്സസ് കൊടുക്കേണ്ടി വരുമല്ലോ ചില കസ്റ്റമേഴ്സിന്. അതപ്പോൾ എങ്ങനെ നിങ്ങൾ ചെയ്യുക? നമുക്കിപ്പോൾ സെൻട്രലി ആണ് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് ബില്ലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻ കേസ് എന്താ പറയുന്നത് നമ്മളൊരു സ്റ്റോക്ക് ട്രാൻസ്ഫർ പോലെയൊക്കെ ചെയ്തിട്ട് നിയറസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് നമുക്ക് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്ന രീതിക്കാണ് ഇപ്പം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബില്ലുകൾ സെൻട്രൽ എന്താ പറയുക ജനറേറ്റ് ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് വെയർ ഹൗസ് പോലത്തെ ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അവിടെയായിരിക്കും ബില്ലിംഗ് നടക്കുന്നത്. ബാക്ക് എൻഡ് ERP സോഫ്റ്റ്വെയറിനാണ് ബില്ലിംഗ് എടുക്കുന്നത്. അതെ. ഓക്കെ. കാരണം ഈ വെബ്സൈറ്റ് ആണെങ്കിൽ ഈ GST ഇൻവോയ്സസ് ജനറേറ്റ് ചെയ്യാൻ ബിൽഡ് ചെയ്തതല്ല ഷോപ്പിഫൈ. അപ്പോൾ അതിന് വേണ്ടി GST Pro ഒരു ആപ്പ് നമ്മൾ ബാക്ക് എൻഡിൽ നമ്മുടെ ERP-ൽ തന്നെയാണ് ഇതിന്റെ. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നമില്ല. അതെ. ഓക്കെ. കാരണം ഈ ഷോപ്പിഫൈ വെബ്സൈറ്റ്സിന് ഇല്ല പ്രോബ്ലം ആയിരുന്നു. ഈ ഫയലിംഗും പ്രശ്നമാണ് പ്ലസ് GST ഇൻവോയ്സ് കൊടുക്കലും പ്രശ്നമാണ്. ഞങ്ങൾ ആദ്യമേ ആ പ്രോബ്ലം ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അന്ന് അത്രയ്ക്ക് ഇത് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓൺ ERP ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് അങ്ങനെ. ഓക്കെ. അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഐഡന്റിഫൈ. അതാണ് ഈ ഷോപ്പിഫൈ ആപ്പ് എക്കോസിസ്റ്റം. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ മാത്രം ഉണ്ടാക്കിയിട്ട് ഒരു ആപ്പ് ഡിപ്ലോയ് ചെയ്യും. അതേപോലെ ഇവിടെ കൊച്ചിയിലുള്ള ഒരു ടീം അത് ഉണ്ടാക്കിയത് GST Pro ആപ്പ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് പോണത്. അപ്പോൾ മാർക്കറ്റിംഗ് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഔട്ട്സോഴ്സ് ചെയ്തു. ഇനി നോക്കുക എന്താവും. അതെ, അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മളും ഒരു 6 months എന്നുള്ള രീതിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പം അവർ ഓൾറെഡി ഈ മാസം സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെരി നൈസ്. അപ്പോൾ നമ്മളും ഒരു 6 months എന്നുള്ള രീതിക്ക് നമ്മളും അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ആക്ച്വലി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ, പാൻ ഇന്ത്യൻ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ റോംസ് ആൻഡ് റാക്സ് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? അല്ല, നമ്മൾ ഇപ്പം ബാക്കിയുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ഗ്രൂമിങ് സർവീസ് ആണ്. അത് 100% കോൺഫിഡൻസിൽ നമുക്ക് പറയാവുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങളാണ് ബാക്കിയുള്ളവർക്കും ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതെ. അപ്പോൾ ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ഡോഗ്സിനെ ഗ്രൂം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം സർവീസസ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല ബ്രാൻഡുകളും നമ്മൾ നോക്കുമ്പം അവരുടെ ഓൺ പോർട്ട്ഫോളിയോയ്ക്കാണ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത്. പക്ഷെ റോംസ് ആൻഡ് റാക്സിനെ സംബന്ധിച്ച് ഒരു പെറ്റ് പേരന്റ് കടയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ബ്രാൻഡ്സും നമ്മുടെ അടുത്ത്. കസ്റ്റമറാണ് ഇമ്പോർട്ടന്റ്. അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന ബ്രാൻഡ് നമ്മൾ കീപ്പ് ചെയ്തില്ല, അങ്ങനെയില്ല. നമ്മൾ അതായത് ആകെ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് ഈ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗ്സിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡ്സും റോംസ് ആൻഡ് റാക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ബ്രാൻഡ് മാത്രം നമ്മൾ പുഷ് ചെയ്യില്ല. അല്ല, അങ്ങനെയില്ല. അത് കസ്റ്റമറിനെ നമ്മളിപ്പോൾ നമ്മുടെ ബ്രാൻഡ് ഉണ്ടെങ്കിലും കസ്റ്റമറിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഈ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതിൽ നിന്ന് കസ്റ്റമറിന്റെ ഇഷ്ടമാണ് ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഇതേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് മറ്റേത് മോശം, ആ രീതിയിലുള്ള ഒരു സെയിൽസോ കാര്യങ്ങളോ നമ്മുടെ അടുത്ത് ഉണ്ടാകത്തില്ല. അതായത് ഒരു പെറ്റ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ തന്നെ അതാണ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നതും അങ്ങനെയാണ്. ഇനി ഫ്യൂച്ചറിലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ബ്രാൻഡിനെ പ്രസന്റ് ചെയ്യുക. എല്ലാവർക്കും അക്സസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോർ. അത് പ്രൈസിങ്ങിന്റെ കാര്യത്തിലായിരുന്നാലും അതല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ റേഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും ആർക്കും വന്നു കഴിഞ്ഞിട്ട് ഇന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡോ ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ആ രീതിയിലാണ് നമ്മൾ റോംസ് ആൻഡ് റാക്സിനെ. DNA വളരെ ക്ലിയർ ആണ്. അതെ. ഫോക്കസ് ഓൺ ദ കസ്റ്റമർ. അതെ. കസ്റ്റമർ റിക്വയർമെന്റ്, കസ്റ്റമർ പ്രോബ്ലംസ്, അതിനുള്ള സൊല്യൂഷൻസ്. അപ്പൊ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് നിങ്ങൾ റൈറ്റ് തിങ് ടു ഡു അറ്റ് ദ റൈറ്റ് ടൈം ആയിരുന്നു അല്ലേ? അതെ. നമ്മള് ആ സമയത്ത് വളരെ അൺഓർഗനൈസ് ചെയ്യുന്നു മാർക്കറ്റ്. അതെ, മാർക്കറ്റ് നമ്മളെ ഈ ചെറുപ്പത്തിലൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ് ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. നമ്മൾ ബേസിക്കലി നമ്മൾ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചെയ്യേണ്ട കാര്യം കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തു. റൈറ്റ് ടൈം, റൈറ്റ് മാർക്കറ്റിലായിരുന്നു, റൈറ്റ് ടൈം. അതെ.
റൈറ്റ്. അപ്പോൾ എന്താണ് ഈ ഓൺലൈൻ സ്പേസിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? നിങ്ങൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ ഈ ജനുവരി വരെ നമ്മൾ അതിൽ ഭയങ്കര നമ്മുടെ ഒരു പ്രൈമറി ഫോക്കസ് ആയിരുന്നില്ല ഓൺലൈൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ സർവീസസ് പ്ലസ് സ്റ്റോർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ ഓൺലൈൻ ഫസ്റ്റ് ഓഫ്ലൈൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ ചേഞ്ച് ഇപ്പോൾ കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുന്നത്, നമ്മളിപ്പോൾ പുതിയൊരു ഏജൻസി ആയിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി തൊട്ട് നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് തന്നെ ഈ മാർക്കറ്റിൽ നമ്മൾ ഫസ്റ്റ് കേരള മാർക്കറ്റ് എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ, ഓൺലൈനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമ്മളും ആലോചിക്കുമ്പം കേരളത്തിലുള്ള ആൾക്കാർ ഓഫ്ലൈൻ മാത്രമല്ലല്ലോ യൂസ് ചെയ്യുന്നത്, ഓൺലൈൻ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്തിനത് മിസ്സാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പം ഇത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള സ്ഥിതിക്ക് കേരളത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മളാണ് ഇപ്പൊ നമ്പർ 1, ഓൺലൈനിൽ നമ്മൾ തന്നെ ആവണം നമ്പർ 1. അപ്പൊ ആ ഒരു ഫോക്കസിൽ നമ്മൾ ഈ മാസം മുതൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് 6 months ഒരു വിസിബിൾ ഡിഫറൻസ് ഓൺലൈൻ പ്രസൻസിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. പക്ഷെ നിങ്ങൾ ഓൾറെഡി നല്ലോണം കണ്ടന്റ് നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ കണ്ടന്റ്സ് അത്യാവശ്യം കൂടുതൽ എഡ്യൂക്കേറ്റീവ്, അങ്ങനെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഒരു അവയർനെസ് റേഞ്ചിലാണ് നിങ്ങൾ നോക്കുന്നത്. അതെ. കാരണം എപ്പോഴും കൂടുതലും പെറ്റ് പേരൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈം ഓണേഴ്സ് ആണ് ഒത്തിരി നോക്കുവാണെങ്കിലും കൂടുതലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് പെറ്റ്സിന് എന്താണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് പേരൻറ്റിങ് എന്ന് പറയുന്ന സംഭവത്തിനെ ഒരു പെറ്റ് പേരൻറ്റിന് ഏറ്റവും ഈസി ആക്കി കൊടുക്കുക എന്നുള്ള അതാണ് നമ്മുടെ ഒരു റോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ കൂടുതലായിട്ടും ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ ഉണ്ടാവുക. നിങ്ങൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാനല്ല നോക്കുന്നത്, യു ആർ ട്രൈങ് ടു എഡ്യൂക്കേറ്റ് ദ കസ്റ്റമേഴ്സ്. അതെ, കസ്റ്റമറിനെ ഇപ്പം അനാവശ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യാന്നുള്ളതല്ല, അവിടെ ഒരു എപ്പോഴും എന്താണെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അത്രയും മാത്രമേ നമ്മൾ പ്രൊഡക്ട്സിനെ കാണുന്നുള്ളൂ. അപ്പം കസ്റ്റമർക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ട്. അതാണ് ഈ ഓൺലൈൻ കണ്ടന്റ്സ് ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാം ആ ഒരു രീതിയിലാണ് നമ്മുടെ അവയർനെസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ ഓൾറെഡി നല്ലൊരു വെബ്സൈറ്റ് കണ്ടു, പക്ഷെ നിങ്ങൾ പറഞ്ഞ എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ വന്നിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു ഓൺലൈനിന്റെ? ഓൺലൈനിൽ നമ്മൾ ഇനീഷ്യലി ഈ പറഞ്ഞ പോലെ ഷോപ്പിഫൈയില് അല്ല, ഇനി ആദ്യമേ വേർഡ് പ്രസ്സിൽ നമ്മൾ ചെയ്തു. നോർമൽ സെനാരിയോ ഫോർ എവറി ബിസിനസ് ഓണർ. അതെ. അതും അവിടെയൊക്കെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വെബ്സൈറ്റ് ടീമിന് നമ്മൾ ഇതാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഇങ്ങനെ നമുക്ക് ഇപ്പൊ ഇതിനെക്കുറിച്ച് ഒരു വലിയ ധാരണകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വർക്ക് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് വേണ്ടത് എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്കും അത്രയ്ക്ക് അറിയില്ല. അതായത് ഇന്ന സമയം കൊണ്ട് ഇപ്പം ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ UX എന്ന് പറയുന്ന സംഭവം ഈ ഡേറ്റിനുള്ളിൽ നമുക്ക് കിട്ടണം, നെക്സ്റ്റ് ഇതിന്റെ ബിൽഡിംഗ് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം, പ്രൊഡക്റ്റ് അപ്ലോഡ്, അതല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഇന്റഗ്രേഷൻ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും നോക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഏജൻസി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ആദ്യമേ ഏജൻസി ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഇൻഹൗസ് ടീമിനെ ഉണ്ടാക്കി. ഇവരൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എപ്പോഴും വർക്ക് നടക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ല, നമ്പേഴ്സും ഇല്ല. പിന്നെ നമുക്കും വെബ്സൈറ്റിലോട്ട് ഒരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ബേസിക്കലി ഒരു പെറ്റ് പേരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വെബ്സൈറ്റ് ഇഷ്ടപ്പെടണം, എനിക്ക് വേറൊരു ബ്രാൻഡിന്റെ വെബ്സൈറ്റ് ആയിരിക്കരുത് ഇഷ്ടപ്പെടുന്നത്, അതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് എൻ്റെ വെബ്സൈറ്റ് ഇഷ്ടപ്പെടണം. അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായില്ല ഇതിന് മുന്നേ വരെ. അതായിരുന്നു ബേസിക് ആയിട്ടുള്ള ഒരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം അതായിരുന്നു. അല്ല, ആ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇ-കൊമേഴ്സ് ചെയ്യേണ്ടി വന്നത്. കാരണം സ്ഥിരമായിട്ട് പോയി പെടുന്ന പ്രശ്നം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വൂക്കമേഴ്സ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇൻഹൗസ് കസ്റ്റം ചെയ്യാൻ നോക്കി? അല്ല, കസ്റ്റമല്ല, അത് കഴിഞ്ഞിട്ട് ഷോപ്പിഫൈ തന്നെ നോക്കി. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഒരു വർക്ക് എന്ന് പറയുന്നത് കംപ്ലീഷനിലോട്ട് വരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം അതിലും ഉണ്ടായി. പിന്നെ ഇൻഹൗസ് ഒരു ടീമിനെ വെച്ചിട്ട് വൂക്കോമേഴ്സിൽ തന്നെ അവരൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി വീണ്ടും ഇത് വന്നു. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും. നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ആഡിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അതേ എമൗണ്ട് പ്ലസ് ഒരു 1 lakh or 2 lakh നമുക്ക് ബിസിനസ് ആയിട്ട് വരുന്നു. അതല്ല നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അതല്ല, ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് 1 രൂപയെങ്കിലും പ്രോഫിറ്റ് കിട്ടും, ലാഭം കിട്ടണ്ടേ.
അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ പറയുക വലിയ വോളിയം ഉണ്ടാക്കി കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്റൻഷൻ അല്ല. നമ്മൾ ആ ഒരു ഫേസിൽ അല്ല, നമ്മൾ ബേൺ ചെയ്തിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റബിൾ വേ. അതായത് ഇപ്പം ഓൺലൈനിൽ നമ്മൾ നോക്കുമ്പോൾ പെറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരു 10-ൽ 9 പേരും ഇപ്പോഴും ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാൻ ഇന്ത്യ നമ്മൾ നോക്കുമ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് എന്താ പറയുക ടോപ്പ് ലൈൻ ബിൽഡ് ചെയ്യുക, ലോസ് മേക്ക് ചെയ്തിട്ട് ടോപ്പ് ലൈൻ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ ഇന്റൻഷനിൽ മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ പറയുക ഒരു ഫണ്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ടോപ്പ് ലൈനിന്റെ ഇത്ര നമ്പർ ഓഫ് ടൈംസ് എന്നുള്ളൊരു മൾട്ടിപ്ലയർ അതിലാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഇരുന്നിട്ട് ബേൺ ചെയ്ത് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് കളയത്തില്ല. അത് നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് ലാഭം വേണമെന്ന് പറയുന്നില്ല, നഷ്ടം ഉണ്ടാക്കരുത്. ബേസിക് പ്രിൻസിപ്പിൾ അത് നടന്നിട്ടില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് ഇതിന് മുന്നേ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിട്ടില്ല. അപ്പൊ പുതിയ ഏജൻസി ആയിട്ട് നമ്മളൊരു എഗ്രിമെന്റിൽ എത്തിയിരിക്കുന്നത് അവര് നമുക്കൊരു 5 to 10 റോവാസ് അത്രയും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ ഈ പറഞ്ഞ 1 rupee പ്രോഫിറ്റ് എന്ന് പറയുന്ന രീതിയിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ എന്താ അറിയോ, ഈ കോൺവെർസേഷൻ ഇപ്പോഴും റോയാസിന്റെ അറൗണ്ടാണ്. അതെ അതെ, ഈ റോയാസിന്റെ അറൗണ്ട് അല്ല ഈ കോൺവെർസേഷൻ ഉണ്ടാവേണ്ടത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി 23 ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ? അതെ അതെ. നിങ്ങൾ ഈ കസ്റ്റമേഴ്സിന് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്തൂടെ? ഇഫ് യു ഹാവ് എ വെബ്സൈറ്റ്, ദീസ് കസ്റ്റമേഴ്സ് ഇറ്റ് സെൽഫ് ഈസ് ഗോയിങ് ടു ബൈ ഫ്രം യു. അത് നിങ്ങൾക്ക് ക്യുക്കമേഴ്സ് മോഡൽ ഓപ്പറേറ്റും ചെയ്യാം. 23 ഔട്ട്ലെറ്റ് ഉണ്ടായതുകൊണ്ട് വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ചെയ്താൽ മതി. അതെ, അതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞൊരു വോളിയം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളിപ്പോ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 6 മാസമായിട്ടൊരു കസ്റ്റമർ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൈമറി ഫോക്കസ് എപ്പോഴും കസ്റ്റമറിനെ എന്താ പറയുന്നത് ഗ്രൂമിങ്ങിനായിട്ടോ അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൽ വരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പ്രൈമറി ഫോക്കസ്. അതല്ലാതെ ഒരു ഇനാക്റ്റീവ് കസ്റ്റമർ, നമ്മൾ ഈ ബാങ്കിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഡോർമെന്റ് അക്കൗണ്ട്സ് എന്ന് പറയും, അങ്ങനെയുള്ള ഡോർമെന്റ് അക്കൗണ്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഇൻഹൗസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ വാട്സ്ആപ്പ് മാർക്കറ്റിങ്ങോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് റൺ ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു കൺവേർഷൻ ഇപ്പം ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ മുകളിൽ ഫോക്കസ് ചെയ്യാനാണ്. ആൻഡ് ദെൻ ആ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ലുക്ക് ലൈക്ക് ഓഡിയൻസ് ഉണ്ടാക്കാം ഫേസ്ബുക്കിലൊക്കെ. അത് വെച്ചിട്ട് നിങ്ങൾ ആഡ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിസൾട്ട് വരും. അതിൻ്റെ അകത്ത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം അത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമറിന് അവർ ഓൺലൈനിൽ അത്ര ഫെമിലിയർ അല്ലാത്ത കസ്റ്റമറിന് നമ്മൾ ഓൺലൈൻ പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അവർ ഓഫ്ലൈനിന്റെ ഒരു കംഫർട്ട് അവർ പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ മറ്റൊരു അതായത് ഓഫ്ലൈൻ വന്നുകൊണ്ടിരുന്നതാണ്, പക്ഷെ വേറൊരു സ്വിച്ച് ചെയ്ത് പോകണ്ട എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ആ ആക്റ്റീവ് കസ്റ്റമേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യാത്തത്. അതുകൊണ്ടാണ്. അല്ല, പ്രശ്നം എന്താ അറിയോ, ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ് സംബഡി എൽസ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ്. ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പണ്ട് ലുലു ഒക്കെ ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ചെയിൻസ് നിങ്ങൾ നോക്കിയിരുന്നത് കൊണ്ട് ഇൻസ്റ്റാമാർട്ടും സെപ്റ്റോയും ബിഗ് ബാസ്ക്കറ്റും പിന്നെന്തായിരുന്നു ബ്ലിങ്കിറ്റും മാർക്കറ്റ് എടുത്തു. അപ്പം അത് അവരെന്താ അവരെ ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സ് തന്നെ അല്ലേ. സോ ദ സെയിം തിങ് ദാറ്റ് ഹാപ്പൻ വിത്ത് ദ ഫസ്റ്റ് ബ്രാൻഡ് ഐ ഓപ്പറേറ്റഡ്. അവര് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ തൊടാൻ സമ്മതിച്ചില്ല. ബട്ട് ഐ മെയ്ഡ് കസ്റ്റമേഴ്സ്. ദ പ്രോബ്ലം ഇസ് അതേഴ്സ് ടുക്ക് ഇറ്റ്. ഇപ്പം അവിടെയും ഇപ്പൊ ഗൾഫിലും തലഭാഗത്ത് അല്ലെങ്കിൽ സ്നൂന് പോലത്തെ പ്ലെയേഴ്സ് ഉണ്ട്. അവരെന്താ അവര് ഫാർമസിയിലേക്ക് വന്നു, പോയില്ലേ, കസ്റ്റമർ പോയില്ലേ. സോ ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ് നൗ സംബഡി എൽസ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ്. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ആ ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞാലേ നമ്മൾ വെബ്സൈറ്റ് എന്നുള്ളതിനേക്കാൾ ഒരു മൊബൈൽ ആപ്പ് എന്നുള്ള രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം വൺസ് അവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിന്റെ ഒരു കംഫർട്ടിൽ അതായത് നിങ്ങൾ ആ ബ്രാൻഡ് പുള്ളുണ്ടാക്കുക. അതെ, ബാക്കി കസ്റ്റമർ വന്നോളും. അതെ, ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതാണ് നമ്മളിപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമറിന് അവർക്കുള്ള ഒരു ബോർഡിങ്ങിന്റെ അപ്പോയിന്റ്മെന്റ് അതിൽ ബുക്ക് ചെയ്യാൻ പറ്റണം. അതായത് ഓഫ്ലൈൻ സർവീസസും ഓൺലൈനിൽ കൂടെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം. ഇപ്പോൾ ഗ്രൂമിങ്ങിന്റെ അപ്പോയിന്റ്മെന്റ്സ്, ഗ്രൂമിങ്ങിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ പോയി അവരുടെ ഡോഗിനെ ക്യാറ്റിനെ പിക്ക് ചെയ്ത് കടയിൽ കൊണ്ടുവന്ന് ഗ്രൂം ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി വിടുക. അത് ഓൺലൈനിൽ, അതായത് എല്ലാം നടക്കണം ഓൺലൈനിൽ. അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമ്മുടെ അടുത്ത്, ബാക്കി സർവീസസിന് വേറൊരാളുടെ അടുത്ത്, അങ്ങനെ ഒരു സംഭവത്തിലോട്ട് പോകരുത്. അപ്പോൾ അതാണ് നമ്മൾ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഒരു കസ്റ്റമറിന് ഭയങ്കര ഈസിനെസ് ഉണ്ടാവണം. അതായത് ഒരു ബ്രീഡ് ബേസ്ഡ് ആയിട്ടുള്ള പർച്ചേസ് അവർക്ക് നടക്കണം. ഇപ്പോൾ ഒരു ഗോൾഡൻ റിട്രീവർ ഉള്ള ആൾക്ക് എല്ലാ പ്രൊഡക്റ്റും കൂടെ കാണേണ്ട ആവശ്യമില്ല. അവർക്ക് ഗോൾഡൻ റിട്രീവറിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രം
കൊടുക്കുക. പ്രോബബ്ലി അവരെ പറ്റിയൊരു പ്രൊഫൈൽ നിങ്ങളെ ആപ്പിൽ ഉണ്ടാക്കാം. അതെ അതെ, പ്രൊഫൈൽ പ്ലസ് ഈ പറഞ്ഞല്ലേ അപ്പം അവരുടെ വാക്സിനേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഡിവോമിംഗ് ഡേറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു റിമൈൻഡർ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളും ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ്. എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾ ഇപ്പം പ്ലാറ്റ്ഫോം ഷോപ്പിഫൈന്റെ മുകളിൽ ഇഷ്ടംപോലെ ആപ്സ് ഉണ്ടാവും. അതിനകത്ത് ആപ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബ്ലി സംബഡി മസ്റ്റ് ഹാവ് ഓൾറെഡി സോൾവ് ഇറ്റ്. വെറുതെ വീണ്ടും പിന്നെന്താ പറയാ പോയിട്ട് ഇനീഷ്യൽ സാധനത്തിന് തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഈ ഷോപ്പിഫൈ പോലത്തെ പ്ലാറ്റ്ഫോമിന്റെ ഗുണം. ഓൾറെഡി 15,000 പ്ലസ് ആപ്സ് ഒക്കെ ഉണ്ട്. ആരെങ്കിലും ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വെറുതെ പോയിട്ട് വീണ്ടും തൊട്ട് തുടങ്ങുന്നതിന് പകരം യു കൻ ജസ്റ്റ് യൂസ് സംതിങ് ദാറ്റ് എനിവൺ ഹാസ് ഓൾറെഡി ബിൽറ്റ് ഫോർ ഇറ്റ്. അതെ, അത് ഈ പറഞ്ഞ പോലെ അത് സോഫ്റ്റ്വെയർ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് കച്ചവടം ഉണ്ടാവും. ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബേസിക് ഒരു നമ്മൾക്ക് ഒരു പെറ്റ് പേരന്റ് ആയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അവര് ഇത് ആര് ഡെവലപ്പ് ചെയ്യുന്നോ അവര് ഈ പറഞ്ഞ റെഫറൻസ് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് റിസൾട്ട് ആണ് വേണ്ടത്. അത് നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വേറെ ഡൗട്ട് വെച്ചോട്ടെ, പിന്നെ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഇൻവോൾവ്? അത് നമ്മളിപ്പം ഓരോ ലൊക്കേഷൻസ് ഇപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരള ഉണ്ട്, ബാംഗ്ലൂർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഓരോ ലൊക്കേഷൻസിലാണ് നമ്മൾ ടയർ 1, ടയർ 2, ടയർ 3 എന്നുള്ളത് അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടയർ 1 സ്റ്റോറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 75 lakhs to 1 crore അതായിരിക്കും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ഹൗ മെനി മന്ത്സ്? ഒരു 4 monthsലോട്ടുള്ള വർക്കിംഗ് നോർമലി ഫസ്റ്റ് മന്ത് തന്നെ ബ്രേക്ക് ചെയ്യണം. ആവശ്യം വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം. 4 മാസം 4 മാസത്തേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉൾപ്പെടെ 75 to 1 crore വരും. ടിയർ 2 വന്നു കഴിഞ്ഞാൽ ഒരു 60 to 75 lakhs വരും. ടിയർ 3 വരുമ്പോഴത്തേക്കും 50 lakhs പ്ലസ് 50 to 60 lakhs. ക്ലാസിഫൈ ചെയ്തിട്ട് 1, 2, 3 1 പ്രീമിയം അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രീമിയം ഇപ്പം എറണാകുളം അതല്ലെങ്കിൽ ട്രിവാൻഡ്രം, തൃശ്ശൂർ, കാലിക്കറ്റ് ഇങ്ങനെയുള്ള ലൊക്കേഷൻസ് ഒക്കെ ടിയർ 1 വരുന്നതാണ്. പെറ്റ് പേരൻസിന്റെ എണ്ണവും അതല്ലെങ്കിൽ ആ മാർക്കറ്റിന്റെ ടോട്ടൽ സെയിൽസ് നമ്മുടെ ഇത് മാത്രമല്ല മൊത്തത്തിൽ ഒരു കച്ചവടം നടക്കുന്ന മെയിൻ സെന്റേഴ്സ് ആണ് ഇതൊക്കെ ടിയർ 1 വരുന്നത്. ടിയർ 2 വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞല്ലേ അതിന്റെ നെക്സ്റ്റ് കാറ്റഗറി ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും പെരുമ്പാവൂർ നമുക്ക് ഷോപ്പുണ്ട്. അത് ടിയർ 2 3 വരുന്ന ലൊക്കേഷനാണ് പെരുമ്പാവൂർ വരുമ്പോൾ. ചങ്ങനാശ്ശേരി ഷോപ്പുണ്ട്. ചങ്ങനാശ്ശേരി വരുമ്പോഴത്തേക്കും ടിയർ 3 നിൽക്കുന്ന ഷോപ്പാണത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു മാർക്കറ്റിന്റെ സൈസ് അനുസരിച്ച് അവിടെ നടക്കുന്ന ബിസിനസിന്റെ സൈസ് അനുസരിച്ച് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഈ 50 to 70 lakhs നിങ്ങൾ പറയുന്നത് അത് ഇന്റീരിയർ ആണോ അല്ലെങ്കിൽ അതിന്റെ ഇൻവെന്ററി ആണോ? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്റീരിയർ പ്ലസ് ഇതിന്റെ ഫ്രാഞ്ചൈസി ഫീ പ്ലസ് ഇതിന്റെ സ്റ്റോക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള. ഓക്കെ, ഇപ്പൊ സ്റ്റോക്കും ബാക്കിയുള്ളതും സ്പ്ലിറ്റ് ചെയ്യാൻ എന്തായിരിക്കും സ്പ്ലിറ്റ് വരിക? ഇപ്പൊ ഒരു 30 to 40% സ്റ്റോക്സിൽ വരും. ഓൾമോസ്റ്റ് 40% സ്റ്റോക്സിൽ വരും. അപ്പൊ ഞാൻ നോക്കണത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഓൺലൈനിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പം നമുക്കൊരു ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു 18 months ക്യാപെക്സ് ബ്രേക്ക് ഇവൻ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. 15 to 18 months ഇപ്പൊ ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം, 15 മാസം മുതൽ 24 മാസത്തിനുള്ളിൽ ക്യാപെക്സ് ബ്രേക്ക് ഇവൻ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിട്ട്. 15 തൊട്ടിട്ട് 24 മാസത്തിനുള്ളിൽ സാധനം തിരിച്ചിട്ടാൽ നിങ്ങൾക്ക് ഓൺലൈനും തുടങ്ങാമെന്നുള്ളതാണ് അർത്ഥം. അതെ തീർച്ചയായും നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. മാർക്കറ്റ് ഇപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിമാൻഡിനെ കാരണം നിങ്ങൾക്ക് ഓൾറെഡി അത്രയും ബേസ് ഉണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഹാവിംഗ് ദ റൈറ്റ്. കേരളത്തിൽ നോക്കുമ്പോൾ 2 lakh plus കസ്റ്റമേഴ്സ് നമുക്ക് ഹ്യൂജ് ഡാറ്റാബേസ് ഓൾറെഡി ഉണ്ട്. വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോണതിന്റെ മുമ്പ് നിങ്ങൾ തന്നെ അത് ഓൺലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം നിങ്ങൾ ക്യുക്കമേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാം. അതെ, നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു തോന്നുന്നത്. നമ്മൾ കേരളത്തിലെ 40 ലൊക്കേഷൻസ് നമ്മൾ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 40 ലൊക്കേഷൻസിൽ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും വിത്തിൻ 30 minutes നമുക്ക് ഏത് പ്രൊഡക്റ്റും ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റോഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 30 minutes. അപ്പം ഞാനും കാണുന്ന ഒരു മാർക്കറ്റ് അതാണ്. അൾട്ടിമേറ്റ്ലി എവറിത്തിങ് വിൽ ബിക്കം എ ക്യുക്കമേഴ്സ്. അതെ, കാരണം ആൾക്കാർക്ക് ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രാവിലെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാൻ നേരത്ത് പെട്ടെന്ന് ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ പോകുന്ന നേരം വേണ്ട, 6 minutes കൊണ്ട് സാധനം വീട്ടിൽ വരും. കൺവീനിയൻസ് എന്ന് പറയുന്നത്. അതെ, ഫസ്റ്റ് തന്നെ ഇത് പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വേറെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇപ്പം എന്താ പറയുക, നമ്മുടെ ഏജ് ഒരു ഫാക്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ഏജ് ആൻഡ് മൈൻഡ് സെറ്റ്. ഇപ്പം ചില ആൾക്കാർക്ക്
ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അതെ, ഓക്കെ, വൈകുന്നേരം ഇപ്പം ഒരു റിട്ടയർഡ് ലൈഫൊക്കെ ഉള്ള ആളാണെങ്കിൽ അവരെ സംബന്ധിച്ച് പുറത്തുനിന്ന് നടന്നു പോയി സാധനം വാങ്ങിച്ച് തിരിച്ചു വന്നത് സമയം എന്ന് പറയുന്നത് തീരണമല്ലോ, അങ്ങനെ എഴുതുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പൊ ഒരു ബിലോ 45 ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് കൺവീനിയൻസ് ആണ്. അവർ ഓൾറെഡി ബിസിയാണ്, അവരുടെ വർക്ക് അതല്ലെങ്കിൽ ബിസിനസ് ഇതിൽ ഭയങ്കര ബിസിയാണ്. പെട്ടെന്ന് അതായത് പിറ്റേ ദിവസം രാവിലെ പാലുണ്ടോ എന്നുള്ളത് ചിലപ്പം തലേദിവസം അങ്ങനെ ഓർത്ത് വെക്കുന്ന ഒരു തലമുറ അല്ലല്ലോ ഇപ്പോഴത്തെ. അങ്ങനത്തെ ഇല്ല, കൺവീനിയന്റ് ആണ്. എന്ത് സാധനങ്ങളും നമുക്ക് ക്വിക്കായിട്ട്. ഇപ്പൊ പിള്ളേർക്ക് എന്താണ്, നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കി വെക്കും. ഏത് പിള്ളേരായിരിക്കും ഇത് തീരാറായി, അടുത്തത് ഇന്ന സമയത്ത് വാങ്ങണം, വീട്ടിൽ നേരത്തെ പറഞ്ഞൊക്കെ വെക്കും. ഇപ്പൊ പിള്ളേരാണെങ്കിലും ഇതിരുന്നിട്ട് രാവിലെ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിൽ ഒരു നോട്ട്ബുക്ക് ഓർഡർ ചെയ്യാം, എന്റെ നോട്ട്ബുക്കിന്റെ പേര് തീർന്ന. അതായത് പുതിയ തലമുറ ഇതിലാണ് വളർന്നു വരുന്നത്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് എന്ത് സാധനവും നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, നേരെ അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സാധനം കിട്ടും. അങ്ങനെ ഒരു ഒരു ഡൗട്ടില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഞങ്ങൾ ഷോപ്പിഫൈയിൽ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റൂട്ട് മൈ ഓർഡർ. ഓർഡർ വന്നതിന് ശേഷം പ്രോസസ് ചെയ്യണമല്ലോ, ഇത് നിയറസ്റ്റ് ഔട്ട്ലെറ്റിലേക്ക് പോകണം, നിയറസ്റ്റ് ഫ്ലീറ്റിലേക്ക് പോകണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് ഞങ്ങൾ ഇത് ഡിപ്ലോയ് ചെയ്ത് ഖത്തറിൽ ആക്റ്റീവ് ആക്കി. നൗ വി ആൾസോ സീ ദിസ് മാർക്കറ്റ് ഇസ് ആൾസോ അഡാപ്റ്റിംഗ് ഫോർ ദാറ്റ്. അപ്പൊ ഏതൊരാൾക്കും ക്യുക്കമേഴ്സിലേക്ക് പോണ്ടി വരും. അപ്പൊ അതിനില്ല, അപ്പം നമ്മൾ അതിന് നമുക്ക് ഡെലിവറി ഏജൻസ് വേണ്ടേ? ഡെലിവറി ഏജൻസ് അതിന് തേർഡ് പാർട്ടി കമ്പനീസ് ഉണ്ടാവും. തേർഡ് പാർട്ടി ഇപ്പം ഞാൻ പലപ്പോഴും നമ്മൾ പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ടിരിക്കുന്നത് സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ സൊമാറ്റോയുടെ യൂണിഫോം ഇട്ട് ആൾക്കാർ ഡെലിവറി ചെയ്യുന്നുണ്ട്. സെയിം ആൾക്കാർ തന്നെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്. പോർട്ടർ മാത്രമേ പോർട്ടറിംഗ് അത് B2Bയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും അത് വലിയൊരു സെഗ്മെന്റ് തന്നെ ആവും. അതായത് ആ ഒരു ലോജിസ്റ്റിക്സ് ഇതാണ് ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഇതാണ്. അത് എല്ലാവരെയും പോലെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, 23 ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ 40 സ്റ്റോഴ്സ്. ഈ 40 സ്റ്റോർ ആയിക്കാൻ നിങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിൽ എവിടെയും 30 മിനിറ്റോ ഡെലിവറി ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബ്രാൻഡിനോട് അഫിനിറ്റി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഓർഡർ ചെയ്യും. അതെ. പിന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു കാറ്റഗറൈസേഷൻ നോക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ്. പെറ്റ്സിന്റെ ഹൈപ്പർ മാർക്കറ്റ്, അതാണ് നമ്മുടെ ഒരു ഇത്. അപ്പം നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെറ്റ് ഓണറെ സംബന്ധിച്ച് ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറെ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ് നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഈ ഗ്രൂമേഴ്സിന് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? കാരണം ഇതിനകത്ത് വലിയൊരു അത് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, പക്ഷേ ഈ ആൾക്കാരെ കിട്ടൽ എങ്ങനെയാണ്? കിട്ടാനില്ലാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഗ്രൂമേഴ്സാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും നമ്മളത് കിട്ടാനില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക, അതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മള് ഈ ഒരു പ്രശ്നം നമ്മൾ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെഡ് ഗ്രൂമേഴ്സ് ഉണ്ടാവും എല്ലാ സ്റ്റോറിലും. അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു ഗ്രൂമർ പഠിച്ച് എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയായിരുന്നു അത്. അങ്ങനെ അല്ലെങ്കിൽ അവരെ ഇൻസെന്റിവൈസ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത് ഇനീഷ്യലി. അപ്പം നമ്പർ ഓഫ് സ്റ്റോഴ്സ് കൂടി, ഗ്രൂമേഴ്സിന്റെ എണ്ണം, കാരണം എപ്പോഴും നമ്മുടെ അടുത്ത് നിന്നായിരിക്കും പോച്ചിങ് നടക്കുന്നത് ഗ്രൂമേഴ്സിന്. ബാക്കിയുള്ള പുതിയ ഷോപ്പുകൾ വരുമ്പോഴത്തേക്ക് ഏറ്റവും അധികം എക്സ്പീരിയൻസ് പിന്നെ ഇവർക്ക് പിള്ളേർക്കാണെങ്കിലും എവിടെയാ വർക്ക് ചെയ്തത്? റോംസൺ നേരെ ജോലി അവിടെ റെഡിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു സാധനത്തിന് എക്സസീവ് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സപ്ലൈ കൂട്ടിയേ പറ്റത്തുള്ളൂ. എന്നാലും നമുക്ക് അതിന്റെ ഡിമാൻഡ്, പ്രത്യേകിച്ച് സ്റ്റാഫിന്റെ കാര്യത്തിൽ ആ ഡിമാൻഡ് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ആവശ്യമാണ്. അപ്പം കൂടുതൽ ആൾക്കാരെ ഇതിലോട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റോംസൺ റാക്സ് അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 1.5-2 വർഷം മുന്നേ നമ്മൾ റോംസൺ റാക്സ് അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള നമ്മുടെ ട്യൂട്ടേഴ്സും നമുക്കിവിടെ വരുന്ന ട്രെയിനേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്രൂമേഴ്സ് ഉണ്ട്. നമുക്കൊരു ട്രെയിനിങ് ടീമുണ്ട്, പുറത്തൊക്കെ പോയി പഠിച്ച ഒരു ട്രെയിനിങ് ടീം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മാസത്തെ കോഴ്സ് ഇവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ച് ഈ പിള്ളേരെ നമ്മളത് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരാണ് നമ്മുടെ ഗ്രൂമേഴ്സായിട്ട്, അതായത് ഇന്റർനാഷണൽ പെറ്റ് ഗ്രൂമേഴ്സ് അസോസിയേഷൻ സർട്ടിഫൈ ചെയ്ത ഗ്രൂമേഴ്സാണ് നമ്മുടെ റോംസൺ റാക്സിലെ ഗ്രൂമേഴ്സ് എല്ലാം. അങ്ങനെയുള്ള ഒരേ ഒരു
ബ്രാൻഡ് എന്ന് പറയുന്നത് റോംസ് ആൻഡ് റാക്സ് മാത്രമാണ്. കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ. എനിക്കത് ഇപ്പൊ പലരും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പലരും അക്കാഡമീസ് ലോഞ്ച്, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് അക്കാഡമീസ് ലോഞ്ച് ചെയ്യും. നമുക്ക് ഉള്ള ഈ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, വലിയ ബ്രാൻഡുകൾ പുറത്തൊക്കെ ഉള്ളവർ, അവർ നമ്മളെ ഇപ്പൊ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരുടെ ഒരു 30 സ്റ്റാഫിനെ അവർ നമ്മുടെ അക്കാഡമിയിലോട്ട് വിടാം, അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാവുന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോഴും നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാവുന്ന ഒരു സംഭവമുണ്ട്, ഇന്ത്യയിലത്തെ ഏറ്റവും ബെസ്റ്റ് ഗ്രൂമിങ് സർവീസ് കൊടുക്കുന്നത് റോംസ് ആൻഡ് റാക്സ് ആണ്, ഇന്ത്യയിലത്തെ. അടിപൊളി. അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ കേരളത്തിന് വെളിയിലുള്ള ബ്രാൻഡ്സ് ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രീതിക്ക് ട്രെയിൻ ചെയ്തിട്ട്, നമ്മുടെ ഗ്രൂമിങ്ങിന്റെ ആ രീതിക്ക് ട്രെയിൻ ചെയ്തിട്ട് ആൾക്കാരെ സപ്ലൈ ചെയ്യുമോ എന്നുള്ള രീതിക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അതൊരു സെപ്പറേറ്റ് ഡിവിഷനായിട്ട്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, പെറ്റ് ഇൻഡസ്ട്രിയുടെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു സെപ്പറേറ്റ് ഡിവിഷനായിട്ട് നമ്മളിപ്പം റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലും ബാംഗ്ലൂരും എല്ലാ മാസങ്ങളിലും, അതായത് ഓൾട്ടർനേറ്റീവ് മന്ത്സിൽ കേരളത്തിലും ഓൾട്ടർനേറ്റീവ് മന്ത്സിൽ ബാംഗ്ലൂരും നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ പൂനെയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ വീണ്ടും അതും അണ്ടർ ഇതിലാണ്. നമുക്ക് വലിയ താമസമില്ല, 3 മന്ത്സിൽ പൂനെയിൽ നമ്മളത് ലോഞ്ച് ചെയ്യും. അങ്ങനെ അത് വേറൊരു റീറ്റെയിൽ അല്ലാതെ വേറൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് അതും പോകുന്നുണ്ട്. നൈസ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഇതുവരെയുള്ള ബിസിനസ് മോഡൽ നമുക്ക് മനസ്സിലായി. സോ ഇനി നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, AI നിങ്ങളൊരു ബിസിനസ്സിനെ എങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും AI എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. കാരണം അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചുമ്മാ സമയം കളയാന്നുള്ളതോ. കാരണം എന്താണെങ്കിലും AI എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ നമുക്ക് ബിസിനസ്സിനെ ഏതൊക്കെ രീതിയിൽ AIനെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ നമ്മുടെ ബിസിനസ്സിനെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുമോ ആ രീതിക്ക് ബെറ്റർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ AI ബേസിക് ആയിട്ടുള്ള പെറ്റ് ഇൻഡസ്ട്രിയുടെ കാര്യമല്ല, മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് നേരത്തെ കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടന്റ് റൈറ്റേഴ്സിന്റെ ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് ഇരുന്നിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡെമോ കൊടുത്താൽ മതി. 21 വയസ്സിൽ ലൈഫ് സെറ്റ് ഇതേപോലത്തെ ഒരു ലോഗോ എനിക്കും വേണോ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും. അത്രേ ഉള്ളൂ. അത് ഈ പറഞ്ഞാൽ നമ്മള് ചുമ്മാ വളരെ സിമ്പിൾ അല്ലേ നമ്മളെ സംബന്ധിച്ച്. ജസ്റ്റ് ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നെക്സ്റ്റ് മൊമെന്റിൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓൺലൈൻ സീരിയസ് ആക്കി എടുക്കണം. പിന്നെ കാരണം എനിക്ക് മനസ്സിലായി നിങ്ങൾ ഓൾറെഡി സീരിയസ് ആക്കി എടുത്ത് ഓൺലൈൻ സീരിയസ് ആക്കി എടുത്തില്ലെങ്കിൽ അല്ലല്ല, തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി അതൊരു അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വി ഹാവ് ലേൺഡ് എവറിത്തിങ് ഫ്രം യു. ഇനി നിങ്ങൾ 50 സ്റ്റോർ ആവട്ടെ, 100 സ്റ്റോർ ആവട്ടെ, അപ്പൊ നമുക്ക് വീണ്ടും ഇരിക്കാം എങ്ങനെ അവിടെ വരെ എത്തിയെന്ന് ആലോചിച്ചിട്ട്. 300 സ്റ്റോർ ആവട്ടെ, എല്ലാം ആവട്ടെ, ഓൺലൈനിൽ തന്നെ 100 കോടി അടിക്കട്ടെ. തീർച്ചയായിട്ടും. സോ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു ഇക്കോം ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.